സംസ്ഥാന സർക്കാരിന്റെ വ്യവസായ നയത്തെ പ്രകീർത്തിച്ച ശശി തരൂരിനെ വിരട്ടി പിന്മാറ്റിക്കളയാം എന്ന സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളുടെ മോഹം വെറുതെയായി. ശശി തരൂർ പിൻവാങ്ങിയില്ല എന്ന് മാത്രമല്ല, തന്റെ നിലപാട് ആവർത്തിക്കുകയാണ് ചെയ്തത്. രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെങ്കിലും വിശ്വപൗരനാണ് ശശി തരൂർ എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ടാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചത്. സ്വന്തം പാർട്ടിക്കാരനായിട്ട് പോലും ശശി തരൂരിനെ അംഗീകരിക്കാനുള്ള കോൺഗ്രസ് നേതാക്കളുടെ വൈമനസ്യമാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. ഈ വിഷയമടക്കം ഇന്ന് ഈവനിംഗ് ഡിബേറ്റ് പരിശോധിക്കുന്നു. ആദ്യം നൃപൻ ചേരുന്നു. നൃപൻ, നമ്മൾ ആദ്യഘട്ടത്തിൽ നമുക്ക് ഈ കാര്യങ്ങൾ കണ്ടപ്പോൾ തോന്നിയത്, എം ഹസനെ പോലെയുള്ള നേതാക്കന്മാർ പറഞ്ഞത് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞു പോകണം ശശി തരൂർ എന്നാണ്. ഭയങ്കര വലിയ അറ്റാക്കാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ തരൂര് ഒരു ഇഞ്ച് പോലും പിന്മാറിയില്ല. കേരളത്തിലെ വ്യവസായ നയം, വ്യവസായ അന്തരീക്ഷം അത് മികച്ചതാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം ഒന്നാമതാണ്. അത് താൻ കൃത്യമായ ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്ന ശശി തരൂരിൻ്റെ വാദം അദ്ദേഹം ആവർത്തിച്ചു. രാഹുൽ ഗാന്ധിയെ കണ്ടതിന് ശേഷവും അദ്ദേഹം അത് തന്നെയാണ് പറഞ്ഞത്. ശരിക്കും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പത്തി മടക്കിയോ? ഷമ്മി, തരൂരിൻ്റെ ഒരു രാഷ്ട്രീയ നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ സ്വതന്ത്ര വ്യക്തിത്വം രാഷ്ട്രീയത്തിന് അതീതമായി കേരളത്തിലും ഇന്ത്യയിലും പലതരത്തിൽ സ്വീകാര്യമായ ജനങ്ങൾക്കിടയിൽ വലിയ തരത്തിൽ പിന്തുണയുള്ളൊരു നേതാവ്. ആ കോൺഗ്രസിൻ്റെ ഈ ഇത്തരത്തിൽ അതിനോട് ചേർത്ത് വായിക്കേണ്ടത് കേരളത്തിലെ കോൺഗ്രസ് കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തും ഇപ്പോഴും രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തും കഴിഞ്ഞ 8.5 വർഷക്കാലമായി കേരളത്തിൻ്റെ പൊതുവികസനത്തെ എതിർക്കുന്ന, രമേശ് ചെന്നിത്തല കാലഘട്ടത്തിൽ അരി കൊടുത്തതിന് കോടതിയിൽ പോകുന്നു, അരി നൽകരുത്, സൗജന്യ അരി നൽകരുതെന്ന് പറയുന്നു, K4-നെതിരെ പോകുന്നു, ലോക കേരള സഭയ്ക്കെതിരെ കോടതി പങ്കെടുക്കാതെ മാറി നിൽക്കുന്നു, K4-നെതിരെയും മറ്റ് വികസന പദ്ധതിക്കെതിരെയും നിലപാട് സ്വീകരിക്കുന്നു, ദേശീയപാത വികസനത്തിന് എതിരെ നിൽക്കുന്നു. പലതരത്തിൽ ജനോപകാരപ്രദമായ സംഭവങ്ങൾക്കെല്ലാം കേരളത്തിൻ്റെ പ്രതിപക്ഷം എതിർക്കുന്നു. അപ്പോൾ അത്തരം ഒരു സമീപനം കേരളത്തിലെ പ്രതിപക്ഷം തുടർച്ചയായി തുടർന്നു വരുന്ന ഒരു പ്രക്രിയയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പോസിറ്റീവ് പൊളിറ്റിക്സിൻ്റെ ഒരു നിലപാട് സ്വീകരിക്കുന്ന യുവാക്കൾക്കിടയിൽ വലിയ സ്വീകാര്യമുള്ളൊരു നിലപാട് ശശി തരൂർ സ്വീകരിക്കുന്നു. അദ്ദേഹം വ്യവസായ സൗഹൃദ സംസ്ഥാനമാണ് കേരളം. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ഉണ്ടായ കുതിച്ചുചാട്ടത്തെക്കുറിച്ച് ആധികാരികമായ കണക്കുകൾ നിരത്തി ഇന്ത്യ സർക്കാരിൻ്റെയും ഒപ്പം തന്നെ മറ്റ് ഏജൻസികളുടെയൊക്കെ തന്നെ ആധികാരിക കണക്കാണ് ശശി തരൂർ മുന്നോട്ട് വച്ചത്. അത് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയത് അതുവരെ കോൺഗ്രസ് നിലപാട് കണ്ണടച്ചെതിർക്കുന്ന VD സതീശൻ തുടർന്നു വന്ന ഒരു നിലപാടിന് വലിയ തരത്തിൽ തിരിച്ചടി നേരിട്ടു എന്നതാണ്. അതിൽ നിന്ന് കരകയറുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ആ ഡിബേറ്റിന്, സംവാദത്തിന് എന്തുകൊണ്ട് കോൺഗ്രസ് മടിച്ചു എന്നതാണ്. കാരണം തരൂര് ചോദിച്ചത്, തരൂര് ലേഖനത്തിന് ശേഷം ഉറച്ചു നിന്ന് പറഞ്ഞത്, താൻ ഇംഗ്ലീഷ് അറിയാവുന്ന ആർക്കും ഇത് വായിച്ചു നോക്കാം. VD സതീശനെ വെല്ലുവിളിച്ച് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വരൂ, നമുക്ക് ഈ പറഞ്ഞ ഇതിനെ സംബന്ധിച്ച് കണക്കുകൾ, ഡേറ്റകളിൽ എന്തെങ്കിലും പെശകുണ്ടെങ്കിൽ ഞാൻ തിരുത്താൻ തയ്യാറാണ്, ആർക്കും ഈ സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന ചോദ്യമാണ് ചോദിച്ചത്. അങ്ങനെ വികസനത്തിന് അനുകൂലമായി സംവാദാത്മകമായ ഒരു പൊളിറ്റിക്സ് ശശി തരൂർ മുന്നോട്ട് വയ്ക്കുമ്പോൾ പിന്നോട്ടടിയുടെ, അതായത് തികച്ചും ഈ കേരളത്തിന് അനുഗുണമല്ലാത്ത ഒരു രാഷ്ട്രീയ നിലപാട് കേരളത്തിലെ പ്രതിപക്ഷവും സ്വീകരിക്കുന്നു. ഇതിൽ തരൂരിന് വലിയ തരത്തിൽ സ്വീകാര്യത ലഭിച്ചു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഭയപ്പെടുത്തുന്ന തരത്തിൽ ഒരു പ്രക്രിയയിലേക്ക് കേരളത്തിലെ പ്രതിപക്ഷം പോവുകയും വലിയ തരത്തിൽ തരൂരിനെ അറ്റാക്ക് ചെയ്യുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായി തരൂരിനെ താക്കീത് ചെയ്യുമെന്നോ നടപടിയെടുക്കുമെന്നോ തരൂരിനെ നിയന്ത്രിക്കുമെന്നൊക്കെ ചില നേതാക്കൾ കരുതിയിട്ടുണ്ടായിരിക്കും. അതാണ് ഹസൻ പറഞ്ഞത്, വർക്കിംഗ് കമ്മിറ്റി സ്ഥാനം ഒഴിയണമെന്ന കാര്യം. പക്ഷേ ഹൈക്കമാൻഡ് ആ സമീപനമല്ല തരൂരിനോട് സ്വീകരിച്ചത്. തരൂരിനെ കേൾക്കാൻ തയ്യാറായി. കഴിഞ്ഞ 2024 ശേഷം രാഹുൽ ഗാന്ധി ഒരു രാഷ്ട്രീയ സംവാദത്തിന്, രാഷ്ട്രീയപരമായ കാര്യങ്ങൾക്കൂടെ ചർച്ചയ്ക്ക് ആദ്യമായി അപ്പോയിൻമെൻറ്റ് നൽകുന്നത് തരൂരിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ്. തരൂർ കേരളത്തിലെ സംഘടനാ വിഷയങ്ങൾ പറഞ്ഞു, കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങളിലെ പരാജയം പറഞ്ഞു, സംഘടന തമ്മിലുള്ള ഏറ്റുമുട്ടൽ പറഞ്ഞു. ഇത്തരം കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കാനുള്ള അവസരവും തരൂരിന് ലഭിച്ചു. ഇതിനെ തുടർന്നുണ്ടായ വലിയ തരത്തിലുള്ള ക്ഷോഭം കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനുണ്ട്. അതാണ് ഇന്ന് അദ്ദേഹം പരിഹാസ രൂപേണ അദ്ദേഹം മുന്നോട്ട് വെച്ചത്. തരൂരിനെ പോലെ വലിയ വ്യക്തിത്വത്തെ, വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്, വിശ്വപൗരനാണ്, അദ്ദേഹത്തെ പോലെ ഒരാളിനെ ഉപദേശിക്കാനോ നിയന്ത്രിക്കാനുള്ള കഴിവോ പാകതയോ ഒന്നും എന്നെപ്പോലൊരു നേതാവില്ല, നമ്മളല്ല അതിന് താഴെയാണ് എന്ന് പറയുക വഴി തരൂരിനെ ആ വഴിക്ക് വിടുന്നു. തങ്ങൾ കേരളത്തിലെ കോൺഗ്രസ് ഈ സർക്കാരിനെതിരെ എങ്ങനെയാണ് നിലപാട് ഇതുവരെ സ്വീകരിച്ചത്, ആ നിലപാടുമായി ഞങ്ങൾ മുന്നോട്ട് പോകും, തരൂരിനെ ഈ കാര്യത്തിൽ മുഖവിലേക്ക് എടുക്കുന്നില്ല എന്ന നിലപാടാണ് കേരളത്തിലെ പ്രതിപക്ഷം സ്വീകരിക്കുന്നത്. പക്ഷേ നേരത്തെ ഷമ്മി മുഖവിരയായി പറഞ്ഞതുപോലെ തരൂരിൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. വികസനത്തിന് അനുകൂലമായ പോസിറ്റീവ് പൊളിറ്റിക്സുമായി തരൂർ മുന്നോട്ട് പോകുന്നു. അതിനെ പിന്തിരിപ്പൻ പൊളിറ്റിക്സുമായി കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുന്നോട്ട് പോകുന്നു. അത്
അത് സ്വാഭാവികമായി ജനങ്ങൾ ചർച്ച ചെയ്യുന്ന തരത്തിലേക്കൊരു സംവാദം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് അപകടമാണ്. കാരണം ഈ പൊളിറ്റിക്സുമായി മുന്നോട്ട് പോയാൽ അത് പ്രതിപക്ഷത്തിന് തിരിച്ചടിയാവുമെന്ന് ഹൈക്കമാൻഡിന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതാണ് ഹൈക്കമാൻഡ് കടുത്ത നിലപാട് തരൂരിനോട് സ്വീകരിക്കാത്തത്. ഷമ്മി, നൃപനി, പിന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്, വടകര ഉപതെരഞ്ഞെടുപ്പ്, ഇവിടെയൊക്കെ പയറ്റിയ ചില തന്ത്രങ്ങളുണ്ട്. ഒരു നേരും നെറിയുമില്ലാതെ എന്തും ചെയ്യാം പറയാം എന്ന നിലയിലേക്കൊരു ന്യൂജൻ രീതി വി ഡി സതീശനും അതുപോലെ തന്നെ ഷാഫി പറമ്പിലും ഒക്കെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന, അതായത് ഏത് പച്ചക്കള്ളം പറഞ്ഞും നിലനിൽക്കുക, എന്ത് വ്യാജത്തരവും വിളമ്പി വിടുക, ആ ഒരു ശൈലിക്ക് ഏറ്റവും ഒരു വലിയ തിരിച്ചടി. അതായത് ഫാക്ട്സും ട്രൂത്തും ഒന്നും ഒരു പ്രശ്നമല്ല, ഞങ്ങൾ ഇവിടുത്തെ ചില മാധ്യമങ്ങളുടെ സഹായത്തോടെ എന്തും അങ്ങ് പടച്ചു വിടും, അത് ജനങ്ങളെല്ലാം വിശ്വസിക്കും എന്ന ധാരണയ്ക്കേറ്റ ഒരു വലിയ അടി ശശി തരൂർ കൊടുത്തു എന്നുകൂടിയില്ലേ? അതായത് അവരുടെ ഈ ഒരു രാഷ്ട്രീയത്തെ അങ്ങനെ എല്ലാവരും ഒന്നും ഉൾക്കൊള്ളില്ല, കോൺഗ്രസിൽ പോലും എല്ലാവരും ഒന്നും ഉൾക്കൊള്ളില്ല, യാഥാർത്ഥ്യമായി തന്നെ പോകണം, അല്ലെങ്കിൽ നല്ലത് എന്ന് പറയണം എന്നൊരു നിലപാട് ഉയർന്നു വന്നത് ഒരു മാറ്റത്തിന് കാരണമാകുമെന്ന് പ്രതീക്ഷിക്കാൻ വല്ല സാധ്യതയുമുണ്ടോ? അത് കോൺഗ്രസ് മാറിയില്ലെങ്കിലും, കേരളത്തിലെ കോൺഗ്രസ് മാറിയില്ലെങ്കിലും തലമുറ മാറ്റത്തിലേക്ക് മാറിയിട്ടുണ്ട്. കാരണം ഇത്തരം പൊളിറ്റിക്സിന് ഇനി വലിയ കാലത്ത് ആയുസ് ഉണ്ടാവില്ല. കാരണം ഈ പുകമറ മാത്രം സൃഷ്ടിച്ചുകൊണ്ട് വസ്തുതാവിരുദ്ധമായ പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് എതിർത്ത പദ്ധതികളെല്ലാം നമുക്ക് ആലോചിച്ച് നോക്കാം. കാരണം ദേശീയപാത വികസനമാകട്ടെ, ഗെയിൽ പൈപ്പ് ലൈനിൻ്റെ വികസനമാകട്ടെ, കെ ഫോണിൻ്റെ ആകട്ടെ, ലോക കേരള സഭ എന്ന നൂതന ആശയത്തെ എതിർത്തതാകട്ടെ, ഓരോ പദ്ധതികളെ സംബന്ധിച്ച് വിഴിഞ്ഞം പദ്ധതിയുടെ ആദ്യം കപ്പൽ വരുന്ന ചടങ്ങിൽ പങ്കെടുത്ത ശേഷം മനസ്സോടെ പ്രതിപക്ഷ നേതാവ് പങ്കെടുത്ത് തൊട്ട് പിന്നീട് അദ്ദേഹം താൻ ലജ്ജിക്കുന്നു, ഇങ്ങനെ ഒരു വികസന നാടകം നടത്തിയതിൽ, താനിൽ പങ്കെടുത്തതിൽ ഖേദിക്കുന്നു എന്നൊരു അഭിപ്രായമാണ് അദ്ദേഹം നടത്തിയത്. ലോക കേരള സഭയുമായി ബന്ധപ്പെട്ട് വിദേശത്ത് നിന്ന് കേരളത്തെ സ്നേഹിക്കുന്ന മലയാളികൾ വന്നപ്പോൾ ഇവിടെ വന്ന് ദൂർത്തിന് വേണ്ടിയിട്ടാണ്, ഇവിടെ വന്ന് നക്ഷത്ര ഹോട്ടലിൽ 5 സ്റ്റാർ ഫുഡ് കഴിച്ച് ദൂർത്ത് നടത്താനാണ് വരുന്നതെന്ന് ഈ പ്രവാസികൾ അവഹേളിച്ചു. ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തരൂരിൻ്റെ ഈ സംവാദവുമായി ബന്ധപ്പെട്ട് ഈ ലേഖനവുമായി ബന്ധപ്പെട്ട് വ്യവസായ രംഗത്തെ പ്രമുഖർ സർക്കാരിനെ അനുകൂലിച്ച് രംഗത്തെത്തി. കാരണം ഇത്തരം ജനതയുടെ മുന്നിൽ സ്വാഭാവികമായും പ്രതിപക്ഷം ഒറ്റപ്പെട്ടു പോവുകയും തന്നെ ചെയ്യും. കാരണം അങ്ങനെ ഒരു പോസിറ്റീവ് പൊളിറ്റിക്സിലേക്ക് കേരളത്തിലെ യുവതലമുറ മാറിക്കഴിഞ്ഞു. ആ യുവതലമുറയുടെ പുതിയ കാലത്തിന് പറയുക ആ വൈബിലേക്ക് നിൽക്കുന്ന ഒരാളാണ് ശശി തരൂർ. അത് അദ്ദേഹത്തെ നല്ല പൂർണ്ണമായി ബോധ്യമുള്ള ഒരാളാണ്. കാരണം കേരള രാഷ്ട്രീയമായിരുന്നാലും ദേശീയ രാഷ്ട്രീയമായിരുന്നാലും ലോക നിലവാരത്തിൽ രാഷ്ട്രീയത്തെ വിലയിരുത്തുന്ന ഒരാളാണ്. കാരണം കേരളത്തിൽ നടന്ന വിവിധ വ്യവസായ കോൺക്ലേവുകളിൽ അവസാനത്തെ വിഴിഞ്ഞൻ കോൺക്ലേവിലടക്കം മുഖ്യ അതിഥിയായി പങ്കെടുക്കുകയും തരൂർ പങ്കെടുത്ത വേദിയിൽ ലോകത്തെ പ്രധാനപ്പെട്ട വ്യവസായ സംരംഭകർ ആ കോൺക്ലേവിൽ പങ്കെടുത്തിരുന്നു. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഭാഷണം നടത്തിയതും കേരളത്തിൻ്റെ ഭാവി 25 വർഷത്തിന് ശേഷം എങ്ങനെയായിരിക്കണം എന്നൊരു ഡിസ്കഷൻ മുന്നോട്ട് വെച്ചത് തരൂരാണ്. അതാണ് തരൂർ പറഞ്ഞത്, താൻ മുൻപേ കേരളത്തിൽ പറയുന്ന ചില ആശയങ്ങൾ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. കാരണം അതിൽ സർക്കാർ ബഹുദൂരം മുന്നിൽ പോകുന്നു. കേരളത്തിലെ സർക്കാർ ഇന്ത്യക്ക് തന്നെ അഭിമാനമാകുന്നു, ലോകത്ത് തന്നെ അഭിമാനമാകുന്നു. സംരംഭകർക്ക് കേരളത്തിലേക്ക് വരാം. അങ്ങനെ ഒരു അന്തരീക്ഷം കേരളത്തിൽ രൂപപ്പെട്ടിരിക്കുന്നു. അതിനെ നമ്മൾ പോസിറ്റീവായി കാണാം. ഒന്നുകൂടി ഷമ്മി പറഞ്ഞു. കാരണം അദ്ദേഹം പറഞ്ഞത് ഇനി വരുന്ന ഏത് സർക്കാർ വന്നാലും അതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാകണം, അതാണ് ഒരു പോസിറ്റീവ്. അത് തന്നെയാണ് കേരളത്തിൻ്റെ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവും പറഞ്ഞത്. എന്തുകൊണ്ടോ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അത് ഉൾക്കൊള്ളുന്നില്ല. നിരന്തരമായ തോൽവി കൊണ്ടോ തുടർച്ചയായി ഭരണം നഷ്ടപ്പെട്ടതിൻ്റെ വിഹുലത കൊണ്ടോ ഒക്കെ ആയിരിക്കും. പക്ഷേ ഈ സ്ഥല ജലഭ്രമം വിട്ടൊഴിഞ്ഞേ മതിയാവും. കാരണം പുതുതലമുറ ഇത്തരം നെഗറ്റീവായ പൊളിറ്റിക്സിനൊപ്പമല്ല. ഷമ്മി, തീർച്ചയായും ശശി തരൂരിനെ പരിഹസിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, തങ്ങളാരും തരൂരിനെ പോലെ വലിപ്പമുള്ള ആൾക്കാർ അല്ലെന്നായിരുന്നു സതീശൻ്റെ പരാമർശം. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. ഞാൻ എല്ലാവരും പരാതികളോ വിഷയങ്ങളോ പ്രശ്നങ്ങളൊക്കെ എടുത്തത്. അപ്പോൾ എനിക്കെന്താണ് പൂർത്തിയാക്കാനുള്ളത്? അഥവാ ചിലവർ മനസ്സിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരെന്നെ പറയട്ടെ. ഇത് നോക്കൂ, എനിക്ക് ചിലപ്പോൾ ഒരു സന്തോഷമുണ്ട്. ഇടയ്ക്ക് നമ്മളുടെ പാർട്ടിയിലകത്ത് ചില നേതാക്കളുടെ ഇടയിലൊരു തമ്മിത്തലുണ്ടാവുന്നത് കേട്ടിട്ട് അത് എപ്പോഴും ഒരു ദുഃഖം തോന്നുന്ന കാര്യമാണ്. ഇത് എൻ്റെ വിഷയത്തിലെങ്കിലും ഐക്യം വന്നു, നല്ല സന്തോഷമല്ലേ, നല്ലൊരു കാര്യമായിരിക്കട്ടെ. വരുന്നു, താങ്ക്സ്. അദ്ദേഹം പറഞ്ഞല്ലോ ഞാൻ രാഷ്ട്രീയക്കാരനല്ല വേറൊരാളാണെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹമായിട്ടും തർക്കിക്കാനോ ഒന്നും ഞങ്ങളില്ല. അദ്ദേഹവുമായിട്ട് കൊമ്പ് കോർക്കാനോ വഴക്കിടാനോ ഒന്നും ഞങ്ങളില്ല. അത് അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്, കേരള കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. അദ്ദേഹത്തോട് സംസാരിക്കേണ്ടത് അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വമാണ്. ഞങ്ങളൊക്കെ അതിനേക്കാളൊക്കെ വളരെ താഴെ പൊസിഷനിൽ ആളാണ്. ഞങ്ങളുടെയൊക്കെ മീതെ നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ ശാസിക്കാനോ അദ്ദേഹത്തെ ഉപദേശിക്കാനോ അദ്ദേഹത്തിനെ തിരുത്താനോ ഒന്നും ശേഷിയുള്ള ആളുകളല്ല ഞങ്ങൾ.
അല്ല, അദ്ദേഹത്തിന് എല്ലാ ആളുകളല്ലേ ഞങ്ങൾ അദ്ദേഹവുമായിട്ട് ഒരു തർക്കത്തിനും പോകുന്നില്ല. അദ്ദേഹമായിട്ട് ഒരു തർക്കത്തിന് ഞങ്ങളാരും പോകുന്നില്ല. ഞങ്ങളുമായിട്ട് അദ്ദേഹം അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അദ്ദേഹം അത് ബാക്കിയുള്ളൊരു വിലയിരുത്തട്ടെ. അദ്ദേഹം പറഞ്ഞത് എന്താണ്. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജയചന്ദ്രൻ കൂടി ചേരുന്നു. ശ്രീ ജയചന്ദ്രൻ, നമ്മൾ ഈ കാണുകയാണ്, കഴിഞ്ഞ ഏതാണ്ട് ഒരാഴ്ചക്കാലത്തിലധികമായി നമ്മൾ കാണുകയാണ് എങ്ങനെയെങ്കിലും ശശി തരൂരിനെ കൊണ്ട് ഒന്ന് ഏത്തമിടിയിപ്പിക്കാനുള്ള വി.ഡി. സതീശിൻ്റെയും ചില സംസ്ഥാന നേതാക്കളുടെയും ശ്രമം. പക്ഷേ ശശി തരൂർ അല്പം പോലും വഴങ്ങിയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം തൻ്റെ നിലപാടുകൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എന്തായാലും വി.ഡി. സതീശിൻ്റെ ശബ്ദമൊക്കെ വളരെ മയത്തിലായിരിക്കുന്നു. അദ്ദേഹത്തെ, അതായത് ശശി തരൂരിനെ തിരുത്തേണ്ടത് അല്ലെങ്കിൽ അദ്ദേഹത്തെ കറക്റ്റ് ചെയ്യേണ്ടത് ഹൈക്കമാൻഡാണ് എന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു. നേരത്തെ MMSN പറഞ്ഞത് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് ശശി തരൂർ പുറത്തു പോകണമെന്നായിരുന്നു. ജയചന്ദ്രൻ. അതെ അതെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഷമ്മി, ശശി തരൂരിന്റെ ചെലവിൽ അല്ലെങ്കിൽ ശശി തരൂരിന്റെ കെയർ ഓഫിൽ പിന്നെ കേരള സർക്കാരിന്റെ നയങ്ങളെ, പ്രത്യേകിച്ചും വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട നയങ്ങളെ കേരളത്തിലെ മാധ്യമങ്ങളുടെ സഹായത്തോടുകൂടി പരിപൂർണമായും കരിവാരി തേച്ച് അപകീർത്തിപ്പെടുത്താം എന്നുള്ളതായിരുന്നു അജണ്ട, സെറ്റ് ചെയ്ത അജണ്ട. പക്ഷെ നോക്കൂ, ആ അജണ്ടയ്ക്ക് എത്ര ആയുസ് കിട്ടി. മാധ്യമ സഹായത്തോടുകൂടി കേരള സർക്കാരിനെതിരെ പടപ്പുറപ്പാടിനിറങ്ങിയ സതീശനും അദ്ദേഹത്തെ പിന്തുണച്ച മാധ്യമങ്ങളും ഇന്ന് സ്വീകരിക്കുന്ന നില എന്താണ്? സതീശൻ പറയുന്നത് ആവർത്തിച്ച് കൊടുക്കേണ്ടി വരുന്നു. ഞാൻ അദ്ദേഹത്തിന് മുമ്പിൽ ആരാണ്? അദ്ദേഹം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. ഞാൻ അദ്ദേഹത്തെ തിരുത്താൻ ആളല്ല. അത് AICC ഹൈക്കമാൻഡ് തീരുമാനിക്കണം എന്ന് പറയുന്ന ദയനീയതയിലേക്ക്, ഗതികേടിന്റെ രാഷ്ട്രീയത്തിലേക്ക് കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവായ സതീശൻ വീഴുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് ഈ സ്വയം കൃതാനർത്ഥം എന്നൊന്നും പറഞ്ഞാൽ പോരാ, സ്വയം വരുത്തി വെച്ചത് എന്നൊന്നും പറഞ്ഞാൽ പോരാ. കാരണം ശശി തരൂരിന്റെ ഒരു ലേഖനം കൊണ്ട് വേണ്ട കേരള ഗവൺമെന്റ് ചെയ്തു വെച്ച കാര്യങ്ങൾക്ക് ഒരു അപ്പീല് കിട്ടാൻ, മാസപ്പീല് കിട്ടാൻ, അല്ലെങ്കിൽ പുറത്തുള്ള ബിസിനസ് സമൂഹത്തിന്റെ ഒരു അപ്പീല് കിട്ടാൻ ശശി തരൂരിന്റെ ലേഖനം വേണ്ട, തീർച്ചയായിട്ടും വേണ്ട. പക്ഷെ അത് സഹായിച്ചത് മറ്റൊരു രൂപത്തിലാണ്. കേരളത്തിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ലോകമറിഞ്ഞു. ആ ഇംഗ്ലീഷ് ലേഖനത്തിലൂടെ, ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയ ലേഖനത്തിലൂടെ ലോകമറിഞ്ഞു കേരളം ഇത്തരം കാര്യങ്ങളിൽ വളരെ മുമ്പിലാണ്, ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റായ കേരളം വളരെ മുമ്പിലാണ് എന്ന് ലോകം അറിയാൻ ഇടയാക്കി തരൂരിന്റെ ലേഖനം. അതിനെ തുടർന്നാണല്ലോ ഈ വിവാദങ്ങൾ മുഴുവനും പൊട്ടിപ്പുറപ്പെടുന്നതും. കേരളത്തിലെ മാധ്യമങ്ങൾ തരൂരിനെതിരെ സതീശന്റെ പക്ഷം ചേർന്ന് സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ഒരു വലിയ യുദ്ധമുഖം തന്നെ തുറക്കുന്നതും. അതുകൊണ്ട് എവിടെയാണ് ഉണ്ടായ പരിക്ക്, ആർക്കാണ് തിരുത്തേണ്ടി വന്നത് എന്ന് മാത്രം ചിന്തിച്ചാൽ മതി ഈ വിവാദത്തിന്റെ പരിണതി എന്താണെന്ന് അറിയാനായിട്ട്. CPM തുറന്നുവിട്ട ഒരു വിവാദമല്ല, LDF തുറന്നുവിട്ടൊരു വിവാദമല്ല. വിവാദം ഉണ്ടാവുന്നത് തരൂരിന്റെ ലേഖനത്തെ മുൻനിർത്തിയാണ്. ആ ലേഖനത്തെ മുൻനിർത്തി അത് വിവാദമാക്കുന്നത് സതീശനും കൂട്ടരുമാണ്. ഹസനൊക്കെ പറഞ്ഞത് CWCയിൽ നിന്ന് രാജിവെക്കണം തരൂർ എന്നാണ്. പക്ഷേ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്താണ്? അദ്ദേഹം തുടരുമെന്നാണല്ലോ പറഞ്ഞത്. കഴിഞ്ഞ 3 വർഷക്കാലമായി, അതാണ് പ്രധാനപ്പെട്ട ഒരു സംഗതി ഷമ്മി, കഴിഞ്ഞ 3 വർഷക്കാലമായി ഒരു അപ്പോയിന്റ്മെന്റിന്, ഈ രാഹുൽ ഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റിന് പെടാപ്പാട് വിടുകയായിരുന്നു ശശി തരൂർ. പാർട്ടിയിലെ പല വിഷയങ്ങളും പറയാൻ, അതടക്കമുള്ള കാര്യങ്ങൾക്ക് 1.5 കൊല്ലമൊക്കെ ചില മാധ്യമങ്ങൾ കാണിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. അതല്ല, 3 കൊല്ലമായിട്ടുള്ള അവസ്ഥയാണത്. ഈ 3 കൊല്ലമായി രാഹുൽ ഗാന്ധി ഒരു അപ്പോയിന്റ്മെന്റ് തരൂരിന് കൊടുത്തിരുന്നില്ല. ആ സാഹചര്യത്തിലാണ് പുതിയ ലേഖനം എന്ന വിവാദങ്ങളൊക്കെ ആയപ്പോഴേക്ക് തരൂരിനെ അങ്ങോട്ട് വിളിപ്പിക്കുകയാണ് രാഹുൽ ഗാന്ധി. എന്നിട്ട് സംസാരിക്കുകയാണ് രാഹുൽ ഗാന്ധി. താങ്കൾ പറഞ്ഞത് കോൺഗ്രസ് നിലപാടല്ല, എന്നെങ്കിലും പറയണം എന്നാണ് ആവശ്യപ്പെട്ടതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ തരൂർ പറഞ്ഞു, എനിക്ക് എന്റെ മുമ്പിലുള്ളത്, ഞാൻ കോൺഗ്രസിന്റെ നിലപാടൊന്നാണെന്ന് പറയേണ്ട കാര്യമില്ല, എന്റെ മുമ്പിൽ എന്റെ കിട്ടിയ ഡാറ്റാസ് ആണ് ഞാൻ അനലൈസ് ചെയ്ത് ലേഖനമാക്കിയത്. അത് കോൺഗ്രസിന്റെ നിലപാടില്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് പറഞ്ഞോളൂ, എനിക്ക് തർക്കമൊന്നുമില്ല എന്ന് തന്നെയാണ് തരൂർ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞതും പുറത്ത് പറഞ്ഞതും പിന്നീട് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണല്ലോ. അത് അദ്ദേഹം ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അതാണ് അവസ്ഥ. അപ്പോൾ മറുഭാഗത്തോ പറഞ്ഞത് വിഴുങ്ങേണ്ട അവസ്ഥയിലായി സതീശനും കൂട്ടരും, ഇദ്ദേഹം ഹസൻ അടക്കമുള്ളവർ. അതില് അല്പമെങ്കിലും തരൂർ സൈഡിനോട് നിന്നു എന്ന് നമുക്ക് കാണാനാവുന്നത് KPCC പ്രസിഡന്റ് K. സുധാകരനാണ്.
അദ്ദേഹം അങ്ങനെ ഇദ്ദേഹത്തെ പുകച്ച് പുറത്തേടിക്കാനൊന്നും കഴിയില്ല, അങ്ങനെ തള്ളിക്കളയേണ്ട ആളല്ല തരൂർ എന്ന് ഉള്ള ഒരു മൈൽഡായിട്ടുള്ള ഒരു നിലയിലായിരുന്നു PCC പ്രസിഡന്റ് സ്വീകരിച്ചത്. പക്ഷെ ബാക്കി എല്ലാവരും അറ്റാക്കിംഗ് ആയിട്ടുള്ളൊരു മൂഡിലായിരുന്നു. ഞാൻ എത്രയോ ചർച്ചകളിൽ തീർച്ചയായിട്ടും ജയചന്ദ്രൻ, ഒരു കാര്യം നൃപനോട് ചോദിക്കാനുണ്ട്. നൃപൻ, നമുക്കറിയാം ഈ കോൺഗ്രസിൻ്റെ പരിപാടികളിലൊക്കെ നമ്മുടെ ശശി തരൂരിന് കിട്ടുന്ന ഒരു പ്രാധാന്യം എത്രമാത്രമാണ്? അദ്ദേഹത്തെ ശരിക്കും ഇവരെ അടുപ്പിക്കുന്നുണ്ടോ? അദ്ദേഹം ഒരു സൈഡിൽ കൂടി അങ്ങനെ നടന്നു പോകുന്നു എന്നുള്ളതല്ലാതെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട വേദികളിൽ, പ്രധാനപ്പെട്ട പരിപാടികളിൽ എവിടെയെങ്കിലും ശശി തരൂരിന് അർഹമായ സ്ഥാനം ഇവർ നൽകുന്നുണ്ടോ? ഷമ്മി, നമ്മൾ തന്നെ കാണുന്നതാണ്, ദൈനംദിനമായി കേരളത്തിലെ പാർട്ടി പരിപാടികൾ നടക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിലല്ലാതെ, അതായത് അദ്ദേഹം മത്സരിക്കുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലല്ലാതെ ശശി തരൂരിന് തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലങ്ങളിലെ നിരവധി അദ്ദേഹം പൊതുചടങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ട്. അല്ലാതെ തരൂരിന് കേരളത്തിലെ കോൺഗ്രസ് നിശ്ചയിക്കുന്ന ഒരു പരിപാടിയിൽ അദ്ദേഹത്തെ ക്ഷണിക്കുന്നില്ല. പ്രത്യേകിച്ച് അദ്ദേഹം കഴിഞ്ഞ തുടർച്ചയായിട്ടുണ്ടായ ഉപതെരഞ്ഞെടുപ്പുകൾ, വന്ന തിരഞ്ഞെടുപ്പുകളിലോ പാർട്ടി പരിപാടിയിലോ ഒരു സ്റ്റാർ ക്യാമ്പയിനറായി തരൂരിനെ ഉപയോഗിക്കുന്നില്ല. ആ ലിസ്റ്റിൽ തരൂരില്ല. കാരണം വയനാട്ടിലെ ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരിപാടികളിലും പ്രത്യേക ഇതൊന്നും തരൂരിന് നൽകിയിട്ടില്ല. തുടർച്ചയായി മാറ്റി നിർത്തുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ തരൂര് ദേശീയ നേതൃത്വത്തിനോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ തന്നെ പാർട്ടി ഉപയോഗപ്പെടുത്തുന്നില്ല, വിനിയോഗിക്കുന്നില്ല എന്നൊരു പരാതിയാണ് അദ്ദേഹത്തിനുള്ളത്. നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്ന വേദിയിൽ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ തരൂരുണ്ട്. രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്നാൽ തന്നെ കഴിഞ്ഞ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലുണ്ടായ തർക്കങ്ങൾ ഷമി നമ്മളടക്കം കേരളം മുഴുവൻ ചർച്ച ചെയ്തതാണ്. VD സതീശൻ AP അനിൽകുമാറും കൂടി പരസ്പരം വെല്ലുവിളിക്കുന്നു. അദ്ദേഹം തന്നെ വിവിധ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കം അദ്ദേഹം നടത്തിയെന്ന് അവിടെയാണ് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ആ വേദിയിൽ പോലും ചർച്ച നടക്കുന്നില്ല. അങ്ങനെ നയപരമായ ചർച്ചകൾ നടക്കുന്നതിലോ സ്റ്റാർ ക്യാമ്പയിനറായി തരൂരിൻ്റെ കഴിവും പ്രഭാവവും ഉപയോഗപ്പെടുത്തുന്നതിൽ ഒരു വേദിയും അദ്ദേഹത്തിന് കൊടുക്കുന്നില്ല. മാറ്റി നിർത്തുന്ന അവസ്ഥയുണ്ട്. അതിന് കാരണം എന്താണ്? തരൂരിൻ്റെ കാര്യത്തിൽ ഇവരെല്ലാവരും ഒന്നാണ്. കാരണം തരൂരിന് കിട്ടുന്ന രാഷ്ട്രീയത്തിനതീതമായ സ്വീകാര്യതയാണ്. കാരണം തരൂരിനെ ഏറ്റവും കൂടുതൽ ഇകഴ്ത്തി സംസാരിച്ചത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഊതി ഉയർപ്പിച്ച ബലൂണാണ് തരൂര് എന്ന അഭിപ്രായം പറയുന്നത് ആദ്യം VD സതീശനാണ്. ഇപ്പോൾ ഹസൻ അടക്കം പറയുന്നത് എന്താണ്? ഈ ഹസൻ, MM ഹസൻ, VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ വരെയുള്ള നേതാക്കൾക്കെല്ലാം അതിൽ ഈ നമുക്കൊക്കെ കാണേണ്ടത്, ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം K മുരളീധരൻ പല കാര്യത്തിലും VD സതീശനുമായി എതിരഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷേ ശശി തരൂരിൻ്റെ കാര്യം വന്നപ്പോൾ ഇവരെല്ലാവരും മുരളീധരൻ കൂടി ഒന്നിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ആണ്. കാരണം K മുരളീധരനാകട്ടെ ഈ മുഖ്യമന്ത്രി കുപ്പായത്തിന് വേണ്ടി അടുത്ത ചാൻസ് അകലെയെങ്കിലും ഉള്ള ഓരോ ആൾക്കാരും മനസ്സിൽ പ്രതീക്ഷിക്കുന്നവർ, മനസ്സിൽ സ്വപ്നം കാണുന്ന എല്ലാവരും ആ തരൂരിനെ മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം തരൂര് വർക്കിംഗ് കമ്മിറ്റി അംഗമായി വരുന്നതിന് ശേഷം കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് സജീവമാകുന്നു എന്നൊരു വാർത്ത വന്നിരുന്നു. അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തെ ചില സമുദായ നേതാക്കളുമായി അദ്ദേഹം ആശയവിനിമയം നടത്തി അവരുടെ കേന്ദ്രങ്ങളിലേക്ക് പോകുന്നു, അവരുടെ ആസ്ഥാനത്ത് പോയി അവരുമായി സംസാരിക്കുന്നു. പ്രമുഖമായൊരു അവരുടെ UDFൻ്റെ ഘടകകക്ഷിയായ ലീഗിന് അദ്ദേഹത്തിനോട് അനുഭാവപൂർവമായ സമീപനം ഉണ്ടാകുന്നു. അങ്ങനെ പലതരത്തിലെ സ്വീകാര്യത കിട്ടുന്ന സാധ്യതയുള്ളൊരു നേതാവാണ്. നേരത്തെ നാം ചർച്ച തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ തന്നെ തരൂര് വയ്ക്കുന്ന പോസിറ്റീവ് പൊളിറ്റിക്സാണ് അദ്ദേഹത്തിന് യുവ വിഭാഗങ്ങളിലും രാഷ്ട്രീയത്തിന് അതീതമായി നിൽക്കുന്ന മനുഷ്യരിലും സ്വീകാര്യത എന്ന കാര്യം ഇവർ മനസ്സിലാക്കുന്നുണ്ട്. ജയചന്ദ്രൻ, ഈ പോസിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് നമ്മുടെ പ്രതിപക്ഷത്തിന് ഒട്ടും സ്വീകാര്യമല്ല എന്ന് തോന്നുന്നു. ഏതൊരു കാര്യവും അതിൻ്റെ നെഗറ്റിവിറ്റിയിൽ മാത്രം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ടീമായി സംസ്ഥാനത്തെ പ്രതിപക്ഷം മാറുന്നു. ഏത് കാര്യം പറഞ്ഞാലും അവർ അതിന് കുറുകെ നിൽക്കുക, അത് കുറ്റിപ്പറിക്കും, അത് അടിച്ചു പൊട്ടിക്കും, അത് തകർത്ത് കളയും എന്നുള്ള ഭാഷയല്ലാതെ മറ്റൊരു ഭാഷ ഇവരിൽ നിന്ന് കേൾക്കാൻ കഴിയുമോ ശ്രീ ജയചന്ദ്രൻ? ഇവരുടെ ഈ തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ മുഖത്തേറ്റ അടിയാണ് തരൂരിന്റെ ഇതുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ്. പരസ്യമായി തന്നെ അദ്ദേഹം പറഞ്ഞ എന്താണ് ഷമി? അദ്ദേഹം പറയുകയാണ്, പിന്നെ ഗവൺമെന്റിനെ ഞാൻ വിമർശിക്കാറുണ്ട്, ഗവൺമെന്റിന്റെ നയങ്ങളെ വിമർശിക്കാറുണ്ട്, അത് എൻ്റെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്യുന്നതാണ്. അതേസമയം ഗവൺമെന്റ് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നല്ലതാണെന്ന് പറയാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട്. എൻ്റെ ശീലം അതാണ്. അപ്പം നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയുന്ന ആളാണ് ഞാൻ എന്നുള്ളൊരു ഇമേജ് സമൂഹത്തിൽ വരുമ്പോൾ വിമർശിക്കുമ്പോൾ അതും ഗൗരവമായിട്ട് എടുക്കണം എന്നാണല്ലോ ജനങ്ങൾ കരുതുക, പൊതുസമൂഹം കരുതുക. അതാണ് എൻ്റെ ശൈലി. ഈ ശൈലിക്ക് ഡെഡ് അഗൻസ്റ്റ് ആണ് കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ ശൈലി. അവർക്ക് ഒരൊറ്റ കാര്യമേ ഉള്ളൂ, പിന്നെ LDF വിരുദ്ധത, അതിനേക്കാളും കടുത്ത
CPM വിരുദ്ധത, അതിനേക്കാളിലും കടുത്ത പിണറായി വിരുദ്ധത. ഇതിലാണ് UDF പൊളിറ്റിക്സ് ആകെ കെട്ടിപ്പടുത്തിട്ടുള്ളത്. ഇപ്പോ പിന്നെ ഇത് നൃപൻ പറഞ്ഞല്ലോ, ഇദ്ദേഹത്തിനെ കുറെ അധികം സമുദായ വിഭാഗങ്ങൾ തോളിലേറ്റി അവതരിപ്പിക്കാൻ ശ്രമിച്ച ഒരു ചരിത്രം ശരിയാണ്. 2023 അത്. 2023 നവംബർ, ഡിസംബർ, 2024 ജനുവരി മാസങ്ങളിലായി. ആദ്യം തുടങ്ങുന്നത് പിന്നെ പെരിന്തൽമണ്ണയിൽ ഹൈദരലി തങ്ങളുടെ പേരിലുള്ള അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ഒരു മോട്ടിവേഷൻ ക്യാമ്പ് പിന്നെ മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാർക്ക് വേണ്ടി യൂത്ത് ലീഗാണ് അത് ഓർഗനൈസ് ചെയ്യുന്നത്. അവരുടെ ലീഗിന്റെ അനുവാദത്തോടുകൂടി, അംഗീകാരത്തോടുകൂടി. അതിലാണ് ആദ്യം അവതരിപ്പിക്കപ്പെടുന്നത് തരൂര്. വളരെ ഗംഭീരം പ്രസംഗം, എല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്നു. അതിനുശേഷം ഒരു 2 ആഴ്ച കഴിയുമ്പോഴേക്ക് പിന്നെ നമ്മൾ കാണുന്നത് ചങ്ങനാശ്ശേരി രൂപതയുമായി ബന്ധപ്പെട്ട, ഈ കത്തോലിക്ക സഭയുമായി ബന്ധപ്പെട്ട അവിടെയും ഒരു യൂത്ത് പരിപാടിയിലാണ് തരൂരിനെ അവതരിപ്പിക്കുന്നത്. സഭയുടെ നേതൃത്വത്തിനെ അവതരിപ്പിക്കുകയാണ്. ചങ്ങനാശ്ശേരി അതിരൂപതയാണ് കൊണ്ടുവരുന്നതും പ്രസംഗിപ്പിക്കുന്നതൊക്കെ. അതും വലിയ വാർത്തയാവുന്നു. തൊട്ടു പിന്നാലെ വരുന്നത് എന്താണ്? 2024 കഴിഞ്ഞ വർഷം പിന്നെ ജനുവരി 2 മന്നം ജയന്തി ഉദ്ഘാടനം ചെയ്യുന്നു. അദ്ദേഹം തരൂർ ഉദ്ഘാടനം ചെയ്യുന്നു. വലിയ തരത്തിലുള്ള ചർച്ചകളായിരുന്നു. അപ്പൊ ഈ 3 സമുദായങ്ങളും, ഹൈന്ദവ, ക്രൈസ്തവ, മുസ്ലിം സമുദായങ്ങൾ ഏകോപിതമായി തരൂരിനെ പൊതുവേദികൾ അവതരിപ്പിക്കുമ്പോൾ അതൊരു മെസ്സേജാണ് എന്നുള്ള നിലയിൽ ചർച്ചകൾ നടന്നത് നമ്മൾ ഓർക്കുന്നില്ല. അന്ന് ആ സമയത്തുണ്ടായിരുന്നു. അപ്പൊ തരൂരാണ് ഇനി അടുത്ത പിന്നെ UDFന്റെ നായകനായി നയിക്കാൻ വരുന്ന അദ്ദേഹമാണ് എന്നുള്ള ഒരു പെർസെപ്ഷനിലേക്ക് പെട്ടെന്ന് വരികയും എന്നാൽ അതിവേഗം തന്നെ അത് പിന്നെ ഇല്ലാതാവുന്നതാണ് കണ്ടത്. അതിനൊക്കെയുള്ള പിന്നെ ഇടപെടൽ ഉണ്ടായത് ഹൈക്കമാൻഡിൽ നിന്നാണ്. പ്രത്യേകിച്ച് നമുക്കറിയാവുന്നതുപോലെ മലയാളിയായ ഹൈക്കമാൻഡിലെ പ്രബലനാണ് അതിന് നേതൃത്വം വഹിച്ചതെന്നുമാണ് വാർത്തകളുള്ളത്. തെറ്റായാലും ശരിയായാലും അതിനുശേഷം പിന്നീട് ഈ സമുദായങ്ങളുടെ ഒന്നും പരിപാടിയിൽ ഇതുവരെ തരൂരിനെ ആരും വിളിച്ചിട്ടില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ മിനിഞ്ഞാന്ന് മാതൃഭൂമിയിൽ ഒരു ഇന്റർവ്യൂ അദ്ദേഹം നൽകുകയുണ്ടായില്ല. എഡിറ്റ് പേജിൽ വന്നിട്ടുള്ള ഇന്റർവ്യൂ അദ്ദേഹം പറയുന്നു, പാർട്ടിയാണ് എന്നെ ഉപയോഗപ്പെടുത്തേണ്ടത്. എനിക്ക് MP ഉള്ള സ്ഥാനം കഴിച്ചാൽ മറ്റേ യാതൊരു സ്ഥാനവും ഇപ്പൊ ഇല്ല. കഴിഞ്ഞ വർഷം വരെ പ്രൊഫഷണൽ കോൺഗ്രസ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം അതും എന്നിൽ നിന്ന് എടുത്തു. ഇപ്പൊ ഞാനൊരു MP മാത്രമാണ്. MP-യുടെ ഉത്തരവാദിത്തങ്ങൾ കഴിഞ്ഞാൽ എനിക്ക് മറ്റേ യാതൊരു ചുമതലകളുമില്ല എന്ന് പരസ്യമായി ഒരു മാധ്യമത്തിനോട് പറയുക. ആ മാധ്യമം അതോട് തന്നെ പ്രിന്റ് ചെയ്യുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി. അപ്പൊ അതാണ് തരൂരിന്റെ പ്രശ്നം. അദ്ദേഹത്തെ അകറ്റി നിർത്തുന്നു. ഈ CWC മെമ്പറാണെന്നുള്ള കാര്യം പറഞ്ഞല്ലോ. CWC മീറ്റിംഗിൽ തരൂരിന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് അവർ കൊടുക്കുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രാഗൽഭ്യവും വൈഭവവും തങ്ങളുടെ പാർട്ടിക്ക് ഗുണപ്രദമാക്കണം എന്നുള്ള നിലയിലുള്ള ഒരു തീരുമാനവും ആ പാർട്ടിയിൽ നിന്നുണ്ടാവുന്നില്ല. അദ്ദേഹവുമായി ഒരു കൺസൾട്ടേഷൻ നടത്തുന്നില്ല. ഒരു പാൻ ഇന്ത്യൻ ഫേസ് ആണ് തരൂർ വാസ്തവത്തിൽ. എല്ലാ വിഭാഗം, എല്ലാ ജനവിഭാഗം. അത് തന്നെയാണ് ശ്രീ ജയചന്ദ്രൻ ഇവരുടെയൊക്കെ പ്രശ്നം. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വിശാലമായ കാഴ്ചപ്പാടുണ്ട്. നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയും. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, നല്ലതെന്ന് പറഞ്ഞാൽ മാത്രമേ മോശം വരുമ്പോൾ അല്ലെങ്കിൽ വിമർശിക്കേണ്ടി വരുമ്പോൾ വിമർശിക്കാൻ പറ്റുകയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. നല്ലതെന്ന് പറഞ്ഞാൽ ചീത്ത എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മുടെ പ്രതിപക്ഷത്തിന് അത് ഒരു കാലത്തും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പിണറായി സർക്കാർ ചെയ്യുന്നതെല്ലാം മോശമാണ് അല്ലെങ്കിൽ അത് വരാൻ പാടില്ലാത്തതാണ് എന്നൊരു ചിന്തയിൽ നിന്നുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ പ്രതിപക്ഷം മാറിയിരിക്കുന്നു. പക്ഷേ അവർ മനസ്സിലാക്കേണ്ടത് ഈ പുതിയ തലമുറയിലെ കുട്ടികൾ അവർ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ അല്ല ചിന്തിക്കുന്നത്. അവർക്ക് വളരെ കൃത്യമായ ലോക കാഴ്ചപ്പാടുണ്ട്. ശശി തരൂരിനെ പോലെയുള്ള ആൾക്കാരെ വളരെയധികം ഈ യുവജനത ഇഷ്ടപ്പെടുന്നതിൻ്റെ ഒരു കാര്യം അതാണെന്ന് മിനിമം മനസ്സിലാക്കാനുള്ള സമയമെങ്കിലും പ്രതിപക്ഷ നേതാവും മറ്റ് മാത്യു കുഴൽനാടനെ പോലുള്ള കോൺഗ്രസ് നേതാക്കളും എടുക്കണം. അല്ലാതെ വാക്കുകളിൽ മാത്രം പറഞ്ഞാൽ പോരാ, ഞങ്ങൾ ഭയങ്കര പോസിറ്റീവാണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കാര്യം നിൽക്കില്ല എന്ന് അവർ മനസ്സിലാക്കണം. നമുക്ക് മറ്റൊരു വിഷയത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. എലപ്പുള്ളിയിലെ സ്പിരിറ്റ് നിർമ്മാണശാല സംബന്ധിച്ച് തുടർച്ചയായി ആരോപണങ്ങൾ ഉന്നയിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശന് ഇപ്പോൾ ആരോപണങ്ങളിൽ നിന്ന് പതുക്കെ പിൻവലിയുകയാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണങ്ങൾക്കെല്ലാം സംവാദത്തിലൂടെ കൃത്യമായി മറുപടി നൽകാമെന്ന് മന്ത്രി MP രാജേഷ് പറഞ്ഞെങ്കിലും VD സതീശൻ ഒഴിഞ്ഞുമാറി. ശ്രീ ജയചന്ദ്രൻ, ഇതുമായി ബന്ധപ്പെട്ട പാക്കേജിലേക്ക് നമുക്ക് എത്താം. ഇപ്പോൾ ഇന്ന് MP രാജേഷ്
വാർത്താസമ്മേളനം നടത്തി. അദ്ദേഹം പറഞ്ഞത് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് ഓടി ഒളിക്കുന്നത് ഒട്ടും ശരിയായ ഒരു കാര്യമല്ല. രമേശ് ചെന്നിത്തലയും ഒപ്പം തന്നെ വി.ഡി. സതീശനും ആവർത്തിച്ച് ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നു. ആ ആരോപണങ്ങൾക്കെല്ലാം വളരെ കൃത്യമായി തന്നെ എം.പി. രാജേഷ് മറുപടി പറഞ്ഞു. എങ്ങനെയും സർക്കാരിനെയും എം.പി. രാജേഷിനെയും സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. പക്ഷേ അത് നടന്നില്ല എന്ന് മാത്രമല്ല, വളരെ കൃത്യമായി ഓരോന്നിനും തെളിവ് സഹിതം, ഓരോന്നിൻ്റെയും നടപടിക്രമങ്ങൾ സഹിതം എം.പി. രാജേഷ് മറുപടി പറഞ്ഞു. അവസാനമാണ് അദ്ദേഹം ഇവരെ രണ്ടുപേരെയും സംവാദത്തിന് ക്ഷണിച്ചത്. രണ്ടുപേരും നൈസായി ഒഴിഞ്ഞുമാറുകയാണ് ചെയ്തത്. എന്തുകൊണ്ടായിരിക്കാം? ജയചന്ദ്രൻ. ഹലോ, എന്നോടാണോ ഷമ്മി? അതെ. ഹലോ, 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 ശ്രീ ഹലോ. ജയചന്ദ്രൻ, ഇന്ന് എം.പി. രാജേഷ് വാർത്താ സമ്മേളനം നടത്തിയതിന് ശേഷം പറഞ്ഞൊരു കാര്യമുണ്ട്. പ്രതിപക്ഷ നേതാവിനോടും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയോടും ആരോപണങ്ങൾ ഉന്നയിച്ച ശേഷം ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് സംബന്ധിച്ച് ആദ്യം മുതൽ തന്നെ രമേശ് ചെന്നിത്തലയാണ് ആദ്യം ആരോപണം ഉന്നയിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ടെൻഡർ വിളിക്കണമായിരുന്നു എന്നുള്ളതാണ്. ആ വാദം പൊളിച്ചടുക്കി കൊടുത്തു എം.പി. രാജേഷ്. ഒരു വ്യവസായം തുടങ്ങാൻ എവിടെയെങ്കിലും ടെൻഡർ വിളിക്കുമോ എന്ന്, അങ്ങനെ ഒരു ശീലമുണ്ടോ എന്ന്, അങ്ങനെ ഒരു പതിവുണ്ടോ എന്നാണ് അദ്ദേഹം എം.പി. രാജേഷ് ചോദിച്ചത്. അതിനുശേഷം പിന്നീട് വന്നിട്ടുള്ള ഓരോ ആരോപണങ്ങളും, ഒയാസിസിന് വേണ്ടി നിയമവിരുദ്ധമായി സർക്കാർ കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞു വെച്ചു. അത് അതിൻ്റെ ആദ്യത്തെ നടപടിക്രമം തൊട്ട്, അതായത് എലപ്പുള്ളിയിലെ അതുമായി ആ മേഖലയിലെ എക്സൈസ് ഇൻസ്പെക്ടർക്ക് ഇവർ അപേക്ഷ കൊടുത്തത് മുതലുള്ള മുഴുവൻ കാര്യങ്ങളും എം.പി. രാജേഷ് പറഞ്ഞു. പിന്നീട് പറഞ്ഞു എം.പി. രാജേഷുമായി ചന്ദ്രശേഖർ റാവുവിൻ്റെ മകൾ കവിത ഒരു വേദിയിൽ പങ്കെടുത്തു, അവിടെ വെച്ച് ഇതിൻ്റെ ഗൂഢാലോചന നടന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കൂടിക്കാഴ്ചയേ ഉണ്ടായിട്ടില്ല എന്ന് എം.പി. രാജേഷ് തെളിവ് സഹിതം പറഞ്ഞു. അങ്ങനെ ഉന്നയിച്ച ഓരോ ആരോപണങ്ങളിലും പൊളിഞ്ഞ് പാളീസായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവർ അതുകൊണ്ടായിരിക്കുമോ ഈ സംവാദത്തിന് തയ്യാറാകാത്തത്? അത് പ്രധാനപ്പെട്ട കാരണം അതാണെങ്കിലും അതിന്റെ മറ്റ് പെരിഫറൽസ് വേറെ ചില കാര്യങ്ങളോട് നമ്മൾ കാണാതെ പോകാൻ പാടില്ലല്ലോ. അവിടെയും പ്രശ്നം വരുന്നത് ഈ ബ്രൂവറി വിവാദത്തിൽ പ്രതിപക്ഷത്തിന്റെ കൂടെ നിന്ന് അവരെക്കാളിലും വീര്യത്തോടുകൂടി ഇത് ഏറ്റെടുത്ത് അന്വേഷിക്കാനായിട്ട് തയ്യാറാവുന്നതും ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നതും ആരാണ്? മാധ്യമങ്ങളാണല്ലോ. ചില മാധ്യമങ്ങൾ ഏതാണ്ട് തീരുമാനിച്ചു ഉറപ്പിച്ചതുപോലെ തന്നെ അവിടെ ക്യാമ്പ് ചെയ്യുകയാണല്ലോ. അവരുടെ മാധ്യമ സംഘത്തിനെ അവിടേക്ക് വിട്ട് അവിടെ ക്യാമ്പ് ചെയ്യാൻ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അത് നിരന്തരം സംഭവിക്കുകയാണ്. അപ്പൊ ഇത് LDF-നെ സംബന്ധിച്ചോളം ഇക്കാര്യത്തിൽ തുടക്കം മുതലേ യാതൊരു പരിഭ്രമവും ഇല്ലാത്തതിന്റെ അടിസ്ഥാനം മറ്റൊന്നാണ്. 2022, 2023, 2023-24 ഈ 2 വർഷങ്ങളിലെയും മദ്യനയം, എക്സൈസ് പോളിസി പരസ്യമായിട്ട് ഇപ്പോഴും കിട്ടുമല്ലോ. ഇപ്പോഴും ആർക്കും നെറ്റിൽ നോക്കിയാൽ എന്താണ് സംസ്ഥാനത്തിന്റെ എക്സൈസ് പോളിസി എന്നുള്ളത് മനസ്സിലാവും. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളല്ലാതെ അതിന്റെ മുമ്പോട്ടൊരു ചുവട് വെച്ചിട്ടില്ല മന്ത്രി എം.പി. രാജേഷും LDF സർക്കാരും. അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് നിയമവിരുദ്ധമായി യാതൊന്നുമില്ല എന്നുള്ള ഉത്തമ ബോധ്യവുമുണ്ട്. ആ ബോധ്യത്തിലാണ് മന്ത്രി എം.പി. രാജേഷ് വെല്ലുവിളിക്ക് കൂടെ ചെയ്യുന്നത്. ഞാൻ സംവാദത്തിന് തയ്യാർ എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഒളിച്ചോടിയ സതീശൻ ഇന്ന് പുതിയ ഒരു പരിപാടി നടത്തിയത് കണ്ടില്ലേ? ഒരു ജൽപ്പനം പോലെ മുഖ്യമന്ത്രിയുമായിട്ട് സംവാദത്തിന് തയ്യാർ എന്നുള്ളതാണ് പുതിയത്. മുഖ്യമന്ത്രിക്ക് ഇദ്ദേഹമായി സമ്മതിക്കുകയല്ലേ പണി? എളുപ്പമുള്ള കാര്യമല്ലേ? വകുപ്പ് മന്ത്രി പറഞ്ഞു ഞാൻ തയ്യാറാണ്, ഇത് എനിക്ക് ജയിക്കാനായിട്ടല്ല, പക്ഷേ നാരായണഗുരു പറഞ്ഞതുപോലെ അറിയാനും അറിയിക്കാനുമായിട്ടാണ് എൻ്റെ സംവാദം, ഞാൻ അതിനാണ് തയ്യാറാവുന്നത് എന്ന് തന്നെ എം.പി. രാജേഷ് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അറിയാനും അറിയിക്കാനും ആരെയാണ്? കേരളീയ പൊതുസമൂഹത്തിനെ അറിയാനും മാധ്യമങ്ങൾ, കൂടെ നിൽക്കുന്ന മാധ്യമങ്ങളെ കൂടെ അറിയിക്കാനുമായിട്ട് തന്നെയാണ് എം.പി. രാജേഷ് സംവാദത്തിന് തയ്യാറാവുന്നത്. അതിൽ നിന്നാണ് ഒളിച്ചോടുന്നത്. എന്നിട്ടാണ് ഇന്ന് പുതിയ ജാർഗണുമായിട്ട് വരുന്നത്. അതാണല്ലോ നമ്മൾ കാണുന്നത്. അത് കേരളത്തിൽ ചെലവാകുകയില്ല. നിശ്ചയമായും ഇത് മുതലാക്കിയെടുക്കാമെന്നും CPI-യും RJD-യും ഭയങ്കര ബോംബുകളുമായി നടക്കുകയാണ്. ഇന്നത് പൊട്ടിത്തെറിക്കും. അപ്പൊ ഇന്നലെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ 2-3 ചാനലുകൾ എന്നെ ബുക്ക് ചെയ്യുന്നുണ്ട്. LDF ഇന്ന് കൂടുകയാണ് ഉച്ച കഴിഞ്ഞ്. അപ്പൊ എന്തെങ്കിലും പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ വരികയാണെങ്കിൽ ചർച്ചയ്ക്ക് വരണമേ എന്ന് ഉച്ചയ്ക്ക് മുമ്പേ പറഞ്ഞ് ബുക്ക് ചെയ്യുകയാണ്.
അപ്പോൾ കൺഫർമേഷൻ വൈകുന്നേരത്തേക്ക് തരൂ, ഒരു LDF കഴിയണം. അപ്പം അത് കഴിഞ്ഞപ്പോഴേക്ക് സംഭവം ഇവര് വിചാരിച്ച ഒരു സാധനവും നടന്നില്ലെന്ന് മാത്രമല്ല, LDF കൺവീനറുടെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. അതിൽ കൺവീനർ പറയുന്നുണ്ട് പ്രശ്നങ്ങൾ വിയോജിപ്പുള്ളവർ അറിയിച്ചു, ഞങ്ങൾ കൂട്ടായി തീരുമാനമെടുത്തു, ആ തീരുമാനമാണ് നടപ്പിലാക്കാൻ പോകുന്നത്. അവിടെ പിന്നെ കുടിവെള്ളത്തിന്റെ പ്രശ്നം ഉണ്ടാവാൻ പാടില്ല, കാർഷിക മേഖലയെ ഈ ഭൂപരി ഒരു വിധത്തിലും ബാധിക്കാൻ പാടില്ല. ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകളാണ് പങ്കുവച്ചത്. ഗവൺമെന്റിന്റെ താല്പര്യവും അത് തന്നെയാണ്, LDFയുടെ താല്പര്യവും തീർച്ചയായും ജയചന്ദ്രനിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റോറിയിലേക്ക്. ലോട്ടറി വിഷയത്തിൽ അന്ന് ധനമന്ത്രിയായിരുന്ന ഡോക്ടർ തോമസ് ഐസക്കിനെ സംവാദത്തിൽ നേരിട്ട VD സതീശനൊക്കെ പഴയ ഓർമ്മ മാത്രം. LDF സർക്കാരിനെതിരെയും മന്ത്രി MP രാജേഷിനെതിരെയും സ്പിരിറ്റ് ശാല വിഷയത്തിൽ നിരന്തരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്ന പ്രതിപക്ഷ നേതാവിന് പക്ഷേ തെളിവിൻ്റെ നേരിയ കണിക പോലും ഹാജരാക്കാൻ കഴിഞ്ഞില്ല. ഒയാസിസ് കമ്പനിക്ക് വേണ്ടി LDF സർക്കാർ വഴിവിട്ട് നീക്കങ്ങൾ നടത്തിയെന്നായിരുന്നു VD സതീശൻ്റെ ആദ്യ ആരോപണം. സംസ്ഥാന സർക്കാരിൻ്റെ പുതിയ മദ്യനയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമുള്ള നടപടികളാണ് ഉണ്ടായതെന്ന് MP രാജേഷ് തെളിവുകൾ സഹിതം വ്യക്തമാക്കി. ഒയാസിസിൻ്റെ കാര്യത്തിൽ ആദ്യം മുതലുണ്ടായ നടപടിക്രമങ്ങൾ അക്കമിട്ട് രാജേഷ് നിരത്തി. തെലങ്കാന മുഖ്യമന്ത്രിയായിരുന്ന ചന്ദ്രശേഖർ റാവുവിൻ്റെ മകൾ കവിതയുമായി തിരുവനന്തപുരത്ത് പൊതുപരിപാടിയിൽ അന്ന് സ്പീക്കറായിരുന്ന MP രാജേഷ് പങ്കെടുത്തു എന്നായിരുന്നു പിന്നത്തെ ആരോപണം. മലയാള മനോരമ പത്രം സതീശിൻ്റെ ആരോപണം ഏറ്റെടുത്തു. അങ്ങനെയൊരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് MP രാജേഷ് ദൃശ്യങ്ങൾ സഹിതം കൃത്യമായ മറുപടി നൽകി. മലയാള മനോരമ ഖേദം പ്രകടിപ്പിച്ചു, വാർത്ത പിൻവലിച്ചു. പിന്നീട് ജലക്ഷാമം ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണങ്ങൾ. ഒരു തുള്ളി ഭൂഗർഭ ജലം പോലും സ്പിരിറ്റ് നിർമ്മാണശാലയ്ക്ക് വേണ്ടി എടുക്കില്ല എന്ന് കൃത്യമായി തന്നെ MP രാജേഷ് പറഞ്ഞു. മഴവെള്ള സംഭരണത്തിലൂടെ കമ്പനിക്ക് വേണ്ടുന്ന ജലം കണ്ടെത്തുമെന്ന് MP രാജേഷ് പറഞ്ഞു. പാലക്കാട് അഹല്യയിലെ ജലസംഭരണി കാണാൻ പ്രതിപക്ഷ നേതാവിനെ MP രാജേഷ് ക്ഷണിച്ചു. അതിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് ഒഴിഞ്ഞുമാറി. സർക്കാരിനെയും തന്നെയും സംശയത്തിൻ്റെ നിഴലിലാക്കാനുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ നീക്കങ്ങളെ പൂർണ്ണമായും MP രാജേഷ് പ്രതിരോധിച്ചു എന്ന് മാത്രമല്ല, പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണങ്ങളിലെ പൊള്ളത്തരം പൊതുജനങ്ങൾക്ക് മുന്നിൽ ബോധ്യപ്പെടുത്താനും MP രാജേഷിന് കഴിഞ്ഞു. ഒടുവിൽ പരസ്യ സംവാദത്തിന് തയ്യാറല്ലെന്ന പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാട് MP രാജേഷിൻ്റെ വാദങ്ങൾക്ക് കൂടുതൽ ഉറപ്പു നൽകി. സ്പിരിറ്റ് നിർമ്മാണശാല വിഷയത്തിൽ സർക്കാർ വഴിവിട്ടൊന്നും ചെയ്തിട്ടില്ല എന്ന് ഉത്തമ ബോധ്യമുള്ള പ്രതിപക്ഷ നേതാവ് തൻ്റെ വാദങ്ങൾ സമർത്ഥിക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞാണ് സംവാദത്തിൽ നിന്ന് പിന്മാറിയത്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്. പാലക്കാട് നിന്ന് സച്ചിൻ ചേരുന്നു. സച്ചിൻ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പാലക്കാടുമായി ബന്ധപ്പെട്ട ഈ ഒരു സ്പിരിറ്റ് നിർമ്മാണശാലയുടെ വാർത്തകൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇന്നലെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അവിടെ എത്തിയിരുന്നു. അദ്ദേഹം സംവാദവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രിയാണെങ്കിൽ താൻ പങ്കെടുക്കും, MP രാജേഷിനോട് സംസാരിക്കാൻ ശ്രീകണ്ഠൻ MPയെ ചുമതലപ്പെടുത്തുന്നു എന്നുള്ളതാണ്. മറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പഴയ ആരോപണങ്ങൾ, അതായത് ടെൻഡർ അടക്കമുള്ള എന്തെങ്കിലും വിഷയങ്ങളിൽ കാര്യമായ ഒരു പ്രതികരണത്തിന് അദ്ദേഹം തയ്യാറായോ? ഷമി, ഇന്ന് രാവിലെയായിരുന്നു ചെന്നിത്തല, ബാംഗ്ലൂരിൽ നിന്നാണ് ചെന്നിത്തല നേരിട്ട് പാലക്കാട് എത്തിയത്. അതിൽ പാലക്കാട് എത്തിയതിന് ശേഷം മാധ്യമങ്ങളെ കണ്ടാണ് ഈ സംസ്ഥാന സർക്കാർ അനുമതി നൽകിയ എലപ്പുള്ളിയിലെ സ്പിരിറ്റ് നിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള വാർത്താ സമ്മേളനം പാലക്കാട് നടത്തിയത്. അതിൽ പുതുതായിട്ട് ഒരു ആരോപണങ്ങളും ഉന്നയിക്കാൻ വേണ്ടി ചെന്നിത്തലക്ക് സാധിച്ചിട്ടില്ല എന്നത് തന്നെയാണ് നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. കാരണം മുൻകാല ഈ സ്പിരിറ്റ് നിർമ്മാണശാലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ പ്രാഥമിക അനുമതി നൽകിയ അന്ന് മുതൽ ആരോപിച്ചിരുന്ന ആരോപണങ്ങളെല്ലാം പൊളിയുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ആ തുടക്കം മുതൽ രമേശ് ചെന്നിത്തല ആരോപണം ഈ സ്പിരിറ്റ് നിർമ്മാണശാലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം ആരോപണം ഉന്നയിക്കുന്നത് രമേശ് ചെന്നിത്തലയായിരുന്നു. എന്നാൽ അതിന് തൊട്ടു പിന്നാലെ മറ്റൊരാരോപണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശനും രംഗത്തെത്തുന്നു. ഇവർ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള ഒരു തർക്കം പോലെയായിരുന്നു സ്പിരിറ്റ് നിർമ്മാണശാലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ ഉടലെടുത്ത ഒരു വിവാദം എന്നത് കേരള സമൂഹം മനസ്സിലാക്കിയതാണ്. കാരണം ആരോപണങ്ങളെല്ലാം
മണിക്കൂറുകൾ ശേഷിക്കെ മുനയൊടിയുന്ന ഒരു സ്ഥിതിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. ആ സമാനമായ രീതിയിൽ തന്നെയാണ് ഇന്നും മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള രമേശ് ചെന്നിത്തലയുടെ ആരോപണങ്ങളും മുനയൊടിയുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം രമേശ് ചെന്നിത്തലയും അതേപോലെ തന്നെ വി.ഡി. സതീശനെയുമാണ് സംസ്ഥാന എക്സൈസ് വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള എം.ബി. രാജേഷ് സംവാദത്തിനായി ക്ഷണിച്ചിരുന്നത്. എന്നാൽ ഇരുവരും ഈ സംവാദത്തിൽ, മന്ത്രി ക്ഷണിച്ച സംവാദത്തിൽ നിന്നും പിന്മാറുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. പകരം പാലക്കാട് എം.പി. ആയിട്ടുള്ള വി.കെ. ശ്രീകണ്ഠനെ സംവാദത്തിന് വിളിച്ചോളൂ എന്നൊരു വിചിത്രമായ മറുപടിയാണ് രമേശ് ചെന്നിത്തല നൽകിയത്. അതുതന്നെയാണ് നമുക്ക് ഈ സ്പിരിറ്റ് നിർമ്മാണശാലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രമേശ് ചെന്നിത്തലയുടെയും അതേപോലെ തന്നെ മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള രമേശ് ചെന്നിത്തലയുടെ ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി മന്ത്രി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരം ഒരു സംവാദത്തിൽ പോലും പങ്കെടുക്കാൻ രമേശ് ചെന്നിത്തല തയ്യാറാവുന്നില്ല. പകരം പാലക്കാട്ടെ എം.പിയെ നിയമിക്കുന്നു. അതിനെതിരെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് എം.ബി. രാജേഷ് വിമർശനം ഉന്നയിച്ചത്. കാരണം മാമാങ്കത്തിനല്ല സംവാദത്തിനാണ് ക്ഷണിക്കുന്നത് എന്ന കാര്യമാണ് മന്ത്രി എം.ബി. രാജേഷ് വ്യക്തമാക്കിയത്. രമേശ് ചെന്നിത്തലയെയും അതേപോലെ തന്നെ വി.ഡി. സതീശനെയും സംവാദത്തിന് മന്ത്രി എം.ബി. രാജേഷ് ക്ഷണിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച ഈ ഇരു നേതാക്കളെയുമാണ്, കോൺഗ്രസിന്റെ ഇരു നേതാക്കളുമാണ് ഈ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എലപ്പുള്ളിയിലെ സ്പിരിറ്റ് നിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാമാങ്കത്തിനല്ല സംവാദത്തിനാണ് രമേശ് ചെന്നിത്തലയെയും വി.ഡി. സതീശനെയും ക്ഷണിച്ചത് എന്നുള്ളതാണ് എം.ബി. രാജേഷ് പറഞ്ഞത്. രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും ആരോപണം ഉന്നയിച്ച ശേഷം ഓടിയൊളിക്കുന്നത് ശരിയല്ലെന്ന് മന്ത്രി എം.ബി. രാജേഷ്. സ്പിരിറ്റ് നിർമ്മാണശാല വിഷയത്തിൽ ആദ്യം ആരോപണം ഉന്നയിച്ചത് ചെന്നിത്തലയും സതീശനുമാണ്. അതുകൊണ്ടാണ് അവരെ സംവാദത്തിന് വിളിച്ചതെന്നും എം.ബി. രാജേഷ് ഇന്ന് പറഞ്ഞു. രണ്ടുപേരും ഒഴിയാനുള്ള കാരണങ്ങൾ കണ്ടുപിടിക്കുകയാണ്. മുൻ പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിച്ചത് മന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയല്ലേ? അദ്ദേഹമല്ലേ ആരോപണം ഉന്നയിച്ചിട്ട് ഓടിയൊളിക്കുന്നത് ശരിയാണോ? ഇനി എനിക്ക് വേണ്ടി മറ്റേയാൾ വരും എന്ന് പറയുന്നത് ഒരു മര്യാദയാണോ? ഇപ്പോൾ പാലക്കാട് എം.പിയോട് എനിക്കെന്തെങ്കിലും വിരോധം ഉണ്ടായിട്ടൊന്നുമല്ല. അദ്ദേഹം ഉന്നയിച്ച ആരോപണമായിരുന്നുവെങ്കിൽ അദ്ദേഹമായിട്ട് സംവാദം വേണമെങ്കിൽ നടത്താം. ഇവിടെ മുൻ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണമാണ്. അപ്പോൾ അദ്ദേഹമാണ് ഏറ്റവും ആദ്യത്തെ പത്രസമ്മേളനം അദ്ദേഹത്തിൻ്റെതാണ് അല്ലേ? അപ്പോൾ സംവാദം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഈ വാദിക്കാനും ജയിക്കാനും അല്ല ഞാൻ പറഞ്ഞത്. ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ അറിയാനും അറിയിക്കാനുമാണ്. അത്രേ ഉദ്ദേശമുള്ളൂ. ജയചന്ദ്രൻ തുടരുന്നു. എം.ബി. രാജേഷ് പറഞ്ഞത് മാമാങ്കത്തിനല്ല സംവാദത്തിനാണ് വിളിച്ചത് എന്നുള്ളതാണ്. ഇവർ രണ്ടുപേരും ഈ സംവാദത്തിന് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. രണ്ടുപേരും ഓരോ ദിവസവും ഇടവിട്ട് ഇങ്ങനെ മാറി മാറി വാർത്താ സമ്മേളനം നടത്തിയ രണ്ടുപേരാണ്. പക്ഷേ ആരോപണം ഉന്നയിക്കാനല്ലാതെ ഒരു തെളിവ് ഹാജരാക്കാൻ കഴിഞ്ഞില്ല. പോട്ടെ, ആ സംവാദത്തിൽ പങ്കെടുത്ത് ഇതിനൊരു വ്യക്തത വരുത്താനും അവർ തയ്യാറല്ല. ജയചന്ദ്രൻ. അതെ ഷമി, ഇതിൻ്റെ അകത്ത് സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മുമ്പിൽ ഇവർ എത്രമേൽ അപമാനിതരാവുകയാണ് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ടോ, അവരുടെ പാർട്ടി ഇത് അറിയുന്നുണ്ടോ എന്നുള്ളത് അവരവർ ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ എക്സൈസ് മന്ത്രിയെയും സർക്കാരിനെയും അങ്ങേയറ്റം ഇകഴ്ത്തുന്ന രീതിയിൽ, അപമാനിക്കുന്ന രീതിയിൽ ഒരു വിവരം പുറത്തുവിട്ടിട്ട് അത് മാധ്യമങ്ങളുടെ പിന്തുണ ആവോളം നേടിയിട്ട് നേർക്ക് നേരെ മന്ത്രി പറയുകയാണ്, നമുക്ക് സംസാരിക്കാം, മുൻ പ്രതിപക്ഷ നേതാവേ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവേ വരിക, സംസാരിക്കാം, 17-ാം തീയതി ഫെബ്രുവരി 17 നിങ്ങൾ വന്നാൽ നിങ്ങളെ അവിടെ കൊണ്ടുപോകാം, മാധ്യമപ്രവർത്തകർ പോകുന്നുണ്ടോ, നിങ്ങൾ വരണം. ആരും ചെന്നില്ല. മാധ്യമപ്രവർത്തകർ കുറച്ച് പേരുണ്ടായിരുന്നു, അത് മന്ത്രി കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ എന്തിനാണ് ഒളിച്ചോടുന്നത്? ഒളിച്ചോടുന്നതിന് ഒറ്റ അർത്ഥമല്ലേ ഉള്ളൂ. അവരുടെ കയ്യിലൊന്നുമില്ല ജനങ്ങൾക്ക് മുമ്പാകെ വെക്കാൻ, അല്ലെങ്കിൽ മന്ത്രിയുടെ മുമ്പാകെ വെല്ലുവിളി ഏറ്റെടുത്ത് ചെല്ലാനായിട്ട് സ്വന്തം കയ്യിലൊന്നുമില്ല. അപ്പൊ അവരുടെ അവനാഴികൾ ശൂന്യമാണ്. അതേസമയം കാര്യങ്ങൾ കൃത്യതയോടെ അവതരിപ്പിക്കാനായിട്ട് എല്ലാ വിവരങ്ങളും മന്ത്രി രാജേഷിന്റെ കയ്യിലുണ്ട് താനും. ആ ആത്മവിശ്വാസമാണ് അദ്ദേഹത്തെ കൊണ്ട് അത് ആവർത്തിച്ച് പറയിപ്പിക്കുന്നു. ഇന്ന് പത്രസമ്മേളനത്തിൽ അദ്ദേഹം അത് പറഞ്ഞതും. അത് ആ അവസ്ഥ നിലനിൽക്കുന്ന കാലത്തോളം ഞാനതാണ് ആ തുടക്കത്തിൽ ചൂണ്ടിക്കാണിച്ചത്, ഇവരുടെ വിശ്വാസ്യത, ഇവരുടെ നിലവാരം അനുനിമിഷം ഇടിഞ്ഞിടിഞ്ഞ് പാതാളത്തിനോ അതിനേക്കാളും താഴ്ന്നിരിക്കുകയാണ്. എന്നിട്ടും പിന്നെ ഇപ്പോ സതീശൻ പറയുകയാണ്, ഞാൻ മുഖ്യമന്ത്രിയായിട്ടാകാം സംവാദം. എന്തിന്? മുഖ്യമന്ത്രി അല്ലല്ലോ, എക്സൈസ് മന്ത്രിയാണല്ലോ അപമാനിച്ചത് പരസ്യമായി. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും. അപ്പൊ അതുകൊണ്ടാണ് രാജേഷ് നേരിട്ട് അത് ഏറ്റെടുത്ത് ചെന്നത്.
രണ്ടുപേരും വരിക, ഞാൻ നിങ്ങൾ പറയുന്ന സ്ഥലത്ത് വരാമെന്ന് പറഞ്ഞത്. തുടരാം ജയചന്ദ്രൻ. തുടരാം ജയചന്ദ്രൻ. അതെ, ഇത് ഈ വിഷയം എത്ര കാലം ഇനി ഇവർക്ക് കൊണ്ടു നടക്കാൻ പറ്റും? എത്ര കാലം കൊണ്ട് നടക്കാനാണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ എക്സൈസ് പോളിസി പുതുതായിട്ട് പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിലല്ല വരുന്നത്. ഇടയ്ക്ക് ഇവർ പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു, ഷമീർ ചൂണ്ടിക്കാണിച്ചു. അതായത് ടെൻഡർ ഉണ്ടോ ഇല്ലയോ എന്നുള്ള പിന്നെ ഒരു വെറും ഈ വിഡ്ഢി ചോദ്യം എന്ന് തന്നെ പറയാവുന്ന തരത്തിലുള്ള ചോദ്യമാണ് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ ഉന്നയിക്കുന്നത്. ടെൻഡർ വിളിച്ചോ? അപ്പൊ ഈ എക്സൈസ് പോളിസി 22, 23, 24 ഈ 2 വർഷങ്ങളിലെ എക്സൈസ് പോളിസി ഇവർക്കൊന്ന് മറിച്ചു നോക്കാൻ ഇവരുടെ സ്റ്റാഫിലും ഉണ്ടല്ലോ, സർക്കാർ ശമ്പളം വാങ്ങിക്കുന്ന കുറെ അധികം ആൾക്കാർ ഉണ്ടല്ലോ. അപ്പൊ ഒന്ന് അവരോടൊന്നും ഒന്ന് പറയണ്ടേ, നിങ്ങളൊന്ന് നോക്ക്, വായിച്ചു നോക്ക്, എന്താണെന്നുള്ളത് നോട്ട് വരാൻ പറയണ്ടേ? അതുപോലും ചെയ്യാതെ, അത്തരം ഫുട് നോട്ട് പോലും വാങ്ങിക്കാതുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണല്ലോ ഇവർ അല്ല, നടത്തുന്നത്. അതിന് സമയമില്ല ശ്രീ ജയചന്ദ്രൻ. കാരണം വി ഡി സതീശൻ പറയുന്നതിന് മുമ്പേ ചെന്നിത്തലയ്ക്ക് പറയണം, ചെന്നിത്തല പറയുന്നതിന് മുമ്പേ വി ഡി സതീശനും പറയണം. അപ്പോൾ ഈ ഫാക്റ്റ് ഒക്കെ ചെക്ക് ചെയ്യാൻ എവിടെയാണ് സമയം? തീർച്ചയായും താങ്കളിലേക്ക് തിരികെ എത്താം. സച്ചിൻ തുടരുന്നുണ്ട്. സച്ചിൻ, പ്രദേശത്തെ വികസനത്തിന് അവിടുത്തെ വ്യാവസായിക മേഖലയിലാണ് എലപ്പുള്ളിയിൽ ഈ ഒരു വ്യവസായ സ്ഥാപനം വരാൻ പോകുന്നത്. എത്രയോ പേർക്ക് ജോലി കിട്ടുന്ന ഒരു സ്ഥാപനം, സംസ്ഥാനത്തിന് നികുതി ഇനത്തിൽ വലിയ സംഭാവന നൽകാൻ കഴിയുന്ന ഒരു സ്ഥാപനം. ആ സ്ഥാപനത്തെയാണ് ഇല്ലാതാക്കാനുള്ള വലിയ പരിശ്രമം അവിടുത്തെ UDFും BJPയും ചേർന്ന് നടത്തുന്നത്. ഈ വിഷയത്തിൽ പ്രദേശത്തെ ജനങ്ങൾ ഒന്നടങ്കം മന്ത്രി MP രാജേഷിനോടും LDFിനൊപ്പമാണെന്ന് കഴിഞ്ഞ ദിവസം അവിടെ നടന്ന രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലൂടെ വ്യക്തമായതാണ്. ജനങ്ങളുടെ പിന്തുണയില്ലാതെ ഇവർക്ക് എത്ര കാലം ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും? സച്ചിൻ. ഷമി, തീർച്ചയായും. കാരണം ഈ പ്രദേശത്തൊരു വ്യവസായം വരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാട്ടിലാകെ ഒരു കുഴപ്പം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് BJPയും അതുപോലെ തന്നെ കോൺഗ്രസും നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം പഞ്ചായത്തിലെ മെമ്പർമാർക്ക് പോലും ഈ പദ്ധതി വരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ വർഷമാണ് ഇത്തരത്തിലൊരു കമ്പനി എലപ്പുള്ളിയിൽ വരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്തിനെ പോലും അറിയിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് സെക്രട്ടറി പോലും യോഗത്തിൽ പങ്കെടുത്തു. യാതൊരുവിധ എതിർപ്പും, പഞ്ചായത്തിൽ യാതൊരുവിധ പരാതിയും ലഭിച്ചിട്ടില്ല എന്ന കൃത്യമായ രേഖകളടക്കം സഹിതം ഈ ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചതാണ്. എന്നിട്ട് പോലും ഈ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളുടെയും അതുപോലെ തന്നെ UDFിൻ്റെയും ചില നേതാക്കളുടെയും ഒക്കെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ വേണ്ടി ഇപ്പോൾ UDFും BJPയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമായി മികച്ച രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് തുരങ്കം വെക്കുന്ന ഒരു നിലപാട് തന്നെയാണ് BJPയും കോൺഗ്രസും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഈ എലപ്പുള്ളിയിലെ സ്പിരിറ്റ് നിർമ്മാണശാലയുമായി ബന്ധപ്പെട്ടുകൊണ്ടും സമാനമായ നിലപാട് തന്നെയാണ് ഈ ഇരുവരും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം എലപ്പുള്ളിയിൽ CPIMൻ്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ളൊരു പൊതുയോഗം നടന്നിരുന്നു. അതിലടക്കം നിരവധി ആളുകൾ പങ്കെടുത്തിരുന്നു. അത് മന്ത്രി MP രാജേഷ് കൃത്യമായി അവിടെ നടപ്പാക്കാൻ പോകുന്ന പദ്ധതിയെക്കുറിച്ച് കൃത്യമായ എല്ലാ കാര്യങ്ങളും തെളിവുകൾ സഹിതം വിശദീകരിച്ചിട്ടുണ്ട്. കാരണം സമീപ പ്രദേശത്ത് തന്നെയാണ് അഹല്യ ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത്. പ്രതിപക്ഷവും അതുപോലെ തന്നെ BJP ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, നാട്ടിലാകെ ആശങ്ക സൃഷ്ടിക്കുന്ന കാര്യം തന്നെയാണ് അവരവിടെ ഉന്നയിച്ചിട്ടുള്ളത്. അത് ജലചൂഷണം, ഭൂഗർഭജലം ഉപയോഗിക്കുമെന്ന ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യമാണ് BJPയും കോൺഗ്രസും ഈ നാട്ടിലാകെ പരത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് കൃത്യമായ മറുപടിയാണ് അഹല്യ ക്യാമ്പസ് സന്ദർശിച്ചുകൊണ്ട് ജലസംഭരണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മന്ത്രി MP രാജേഷ് നടത്തിയിട്ടുള്ളത്. അതിൽ മുൻ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിരുന്നെങ്കിൽ പോലും അവർ വരാൻ തയ്യാറായില്ല. മാധ്യമപ്രവർത്തകരൊക്കെ കൃത്യമായി അവിടെ എത്തുകയും കൃത്യമായി എല്ലാ സത്യാവസ്ഥകളും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ ഈ മേഖലയിൽ ഒരു വ്യവസായം വരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. യാതൊരുവിധ ഭൂഗർഭജല ചൂഷണവും അതുപോലെ തന്നെ പരിസ്ഥിതിക്ക് കോട്ടം തട്ടുന്ന യാതൊരുവിധ വികസന പദ്ധതികളും ഒരു പ്രദേശത്തും നടപ്പാക്കില്ല. അത് LDFിൻ്റെ നയമാണ് എന്ന കാര്യമടക്കം മന്ത്രി വിശദീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും വികസനത്തെ തടയിടാനാണ് UDFും അതേപോലെ തന്നെ തീർച്ചയായും സച്ചിൻ അതുതന്നെയാണ്. ശ്രീ ജയചന്ദ്രൻ, കർണാടകയിലാവാം 45
ഡിസ്റ്റിലറി വിപുലീകരണത്തിന് അനുമതി നൽകി എന്നുള്ളതാണ് ഇന്ന് MP രാജേഷ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. അവിടെ ആവാം, ഇവിടെ പറ്റില്ല. അതാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും നിലപാട്. അതങ്ങ് കൈവച്ചാൽ മതിയെന്നേ, അതേ ഉള്ളൂ LDFിന്റെ നിലപാട്. അതങ്ങ് കൈവച്ചാൽ മതി, അത്രേ ഉള്ളൂ കാര്യം. കാരണം ഇവിടെ വ്യവസായം വരണം, സംസ്ഥാനത്തിൽ അഭിവൃദ്ധിപ്പെടണം, വരുമാനം കൂടുതൽ ഉണ്ടാവണം എന്നുള്ളത് സംസ്ഥാന താല്പര്യമാണ്. ആ താല്പര്യമാണ് പിന്നെ ഈ സർക്കാരും നേതൃത്വം നൽകുന്ന LDF ഉയർത്തിപ്പിടിക്കുന്നത്. അതാണ് ഇന്നലെ LDF കൺവീനർ LDF യോഗത്തിന് ശേഷവും പറഞ്ഞത്. അപ്പൊ കർണാടകയിലാവാം, അവിടെ എന്ത് ചെയ്താലും അതൊരു പ്രശ്നമല്ല. പക്ഷെ ഇവിടെ അതൊന്നും വേണ്ട, ഇവിടെ അതൊന്നും ഞങ്ങൾ സമ്മതിക്കില്ല, ഞങ്ങൾ സമരം ചെയ്ത് തകർത്ത് കളയും. എന്ത് തകർത്ത് കളയുമെന്നാണ് ഇവർ വിചാരിക്കുന്നത്? എലപ്പള്ളി ഗ്രാമപഞ്ചായത്തിന് എന്തെങ്കിലും അവർക്ക് വിരുദ്ധമായിട്ടുള്ള, ഗ്രാമപഞ്ചായത്തിന് വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും നടപടി ഉണ്ടെന്ന് ഇന്നേ വരെ ചൂണ്ടിക്കാണിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ആ സെക്രട്ടറി കഴിഞ്ഞ വർഷം ഈ പറഞ്ഞതുപോലെ മീറ്റിങ്ങുകളിലെല്ലാം പങ്കെടുത്തതാണല്ലോ, അപ്പോഴും ഒരു തർക്കവും വന്നില്ലല്ലോ. ഇനിയിപ്പോ പിന്നെ ഞങ്ങൾ ഇനി വീണ്ടും വിഘടിച്ചു നിൽക്കും, അല്ലെ വിട്ടു നിൽക്കും, എതിർത്ത് നിൽക്കും, വിയോജിപ്പറിയിക്കും എന്നൊക്കെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്. ആവോളം അറിയിച്ചോളൂ, ഒരു തർക്കവുമില്ല. LDFിന്റെ പ്രഖ്യാപിത നയം എന്ന് പറഞ്ഞാൽ അവിടെ ജലചൂഷണം ഉണ്ടാവാൻ പാടില്ല, ഭൂഗർഭജലത്തിന് പ്രശ്നം ഉണ്ടാവാൻ പാടില്ല, പാരിസ്ഥിതിക ആഘാതം യാതൊന്നും ഉണ്ടാവാൻ പാടില്ല, ഒപ്പം തന്നെ കാർഷിക മേഖലയ്ക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവരുത്. ഇത് ഈ നയം മുൻനിർത്തിയാണ് LDF ഇക്കാര്യത്തിൽ പ്രവർത്തിക്കൂ. അത് തന്നെയാണ് LDFിന്റെ നിലപാട്. അത് തന്നെയാണ് മന്ത്രിയും മുഖ്യമന്ത്രിയും അടക്കമുള്ളവർ ആവർത്തിച്ച് പറഞ്ഞത്. കർണാടകത്തിലെ മദ്യ മുതലാളിമാരായ കോൺഗ്രസ് നേതാക്കളുടെ വാക്ക് കേട്ട് കേരളത്തിലെ വ്യവസായ വികസനത്തിന് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ വ്യവസായ വികസനത്തെ തടസ്സപ്പെടുത്താൻ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ തയ്യാറാകരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാതിവില തട്ടിപ്പ് കേസിൽ ഷീബ സുരേഷിൻ്റെ കുമളിയിലെ വീട് ED സീൽ ചെയ്തു. കുമളി മുൻ പഞ്ചായത്ത് പ്രസിഡന്റും മഹിളാ കോൺഗ്രസ് ഇടുക്കി ജില്ലാ സെക്രട്ടറിയുമാണ് ഷീബ സുരേഷ്. നിലവിൽ ഷീബ വിദേശത്താണ്. ജോസിൽ ചേരുന്നു. ജോസിൽ, എപ്പോഴായിരുന്നു കോൺഗ്രസ് നേതാവിൻ്റെ വീട് സീൽ ചെയ്തത്? എന്തൊക്കെയാണ് ഇവർക്കെതിരെയുള്ള ആരോപണങ്ങൾ? ഷമ്മി, ഇന്നാണ് ഷീബ സുരേഷിൻ്റെ ഈ കുമളിയിലുള്ള വീട് സീൽ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ അനന്തു കൃഷ്ണനുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് ഷീബ സുരേഷ്. ഈ പ്രവർത്തനങ്ങൾ ആരംഭിച്ച ഘട്ടം മുതൽ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള ഈ അനന്തു കൃഷ്ണൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള 7-ാം മൈലിൽ പ്രവർത്തിക്കുന്ന സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ അഡ്വാൻസ്ഡ് റിസർച്ച് ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ ചെയർപേഴ്സണാണ്. NGO കോൺഫെഡറേഷൻ്റെ ബോർഡ് അംഗവുമായിട്ടെല്ലാം ഷീബ സുരേഷ് ആദ്യഘട്ടം മുതൽ പ്രവർത്തിച്ചിരുന്നു. ഇതിനെല്ലാം ഒരു ബന്ധമായി വരുന്നത് കുമളി പഞ്ചായത്ത് മുൻ പ്രസിഡന്റാണ് ഷീബ സുരേഷ്, അതുപോലെ തന്നെ മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറിയാണ്. അങ്ങനെയുള്ള പൊതുബന്ധങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഈ കോർഡിനേറ്റർമാരെ കണ്ടെത്തുന്നതിന് വേണ്ടി, തട്ടിപ്പിന് ആവശ്യമായ ആളുകളെ, ഗുണഭോക്താക്കളെ പണം കണ്ടെത്തുന്നതിന് വേണ്ടി, ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള കോർഡിനേറ്റർമാരെ കണ്ടെത്തിയതും ആ കോർഡിനേറ്റർമാരെ ഉപയോഗിച്ച് വലിയ തട്ടിപ്പിന് നേതൃത്വം കൊടുത്തതിനുമെല്ലാം വലിയ പങ്ക് ഈ ഷീബ സുരേഷിനുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളാണ് ഈ കോർഡിനേറ്റർമാർ തന്നെ ഈ ഷീബ സുരേഷിനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ടായി. വണ്ടൻമേട് പഞ്ചായത്തിലെ കോർഡിനേറ്റർമാർ തന്നെ 3 കോടി രൂപ തങ്ങളിലൂടെ ഈ ഇത്തരത്തിൽ തട്ടിയെടുത്തു എന്നുള്ള രീതിയിൽ കേസ് കൊടുത്തതായിട്ടുണ്ട്. പക്ഷേ കുമളി പഞ്ചായത്തിൽ, ഇവർ താമസിക്കുന്ന കുമളി പഞ്ചായത്തിലെ കോർഡിനേറ്റർമാർ ഇവരുടെ അടുത്ത ആളുകളായതുകൊണ്ട് തന്നെ അത്തരത്തിൽ പരാതി കൊടുത്തിരുന്നില്ല. എന്നാൽ അവിടുന്ന് നിരവധി ആളുകൾ, കുമളി പഞ്ചായത്തിൽ പോലും നിരവധി ആളുകൾ തങ്ങളുടെ പണം നഷ്ടപ്പെട്ടു എന്ന രീതിയിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അത്തരത്തിൽ 27ഓളം കേസുകൾ കുമളി പോലീസ് തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ 17 കേസ് ഓർഡർ പ്രകാരം ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട്. ഇനിയും 10 കേസുകൾ കൂടി ഓർഡർ വരുന്ന മുറയ്ക്ക് ക്രൈംബ്രാഞ്ചിന് കൈമാറും. അങ്ങനെ സമീപ പഞ്ചായത്തുകളിലെല്ലാം ഇത്തരത്തിൽ ഷീബ സുരേഷിൻ്റെ നേതൃത്വത്തിലുള്ള തട്ടിപ്പ് നടന്നിട്ടുണ്ട്. അത് മാത്രമല്ല, വിവിധ ജില്ലകളിൽ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഇവർ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഇപ്പം പുറത്തു വരുന്ന ഫോട്ടോകൾ പ്രകാരമാണെങ്കിൽ ആലപ്പുഴ ജില്ലയിലും എറണാകുളം ജില്ലയിലും അങ്ങനെ വിവിധ 7ഓളം ജില്ലകളിൽ ഇത്തരത്തിൽ ആളുകളെ ഈ കോൺഗ്രസ് ബന്ധം ഉപയോഗിച്ച് ഈ കുടുംബശ്രീയുമായിട്ട് ഒക്കെ ഇതിന് നേതൃത്വമായും പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള ബന്ധങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഈ തൊട്ടടുത്തുള്ള വിവിധ ജില്ലകളിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുത്തയാളെന്ന നിലയിൽ ഇതിൻ്റെ രേഖകളടക്കം ഇവരുടെ വീട്ടിലുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ED പരിശോധനയ്ക്കായി ഇവരുടെ വീട്ടിലെത്തിയത്. അപ്പോൾ ഇവർ വിദേശത്തായതിനാൽ വീട് പൂട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇനി ഇവർ വന്നാൽ തന്നെ ഈ അന്വേഷണ ഏജൻസികളുടെ സാന്നിധ്യത്തിൽ മാത്രമേ ഈ വീട് തുറക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ED അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം ധാരാളം രേഖകൾ അത് മാറ്റാനുള്ള സാഹചര്യം പോലും ഇവർക്കുണ്ടാകാൻ ഇടവരരുതെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വീട് സീൽ ചെയ്തിരിക്കുന്നത്. ഷമി, ജോസില, നമുക്കറിയാം ലാലി വിൻസെൻ്റ്, മുൻ കോൺഗ്രസ് നേതാവ് ആയിട്ടുള്ള പ്രമീള ദേവി ഇപ്പോൾ
ഷീബ സുരേഷ്, ഈ തട്ടിപ്പിൻ്റെ ഭാഗമായിട്ടുള്ള കോൺഗ്രസ് നേതാക്കളുടെ എണ്ണം ഇങ്ങനെ വർദ്ധിച്ച് വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ തട്ടിപ്പിനെ സംബന്ധിച്ച് പോലീസിൽ പരാതിയുണ്ടോ? അതിൻ്റെ വിശദാംശങ്ങൾ. ഷമ്മി, ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ അനന്തു ചെറുപ്രായം മുതൽ ഈ ബന്ധങ്ങൾ ഉണ്ടാക്കി വരുന്നൊരു ഘട്ടമായിരുന്നു. അതായത് ആദ്യം കേരള കോൺഗ്രസിൻ്റെ പ്രവർത്തകനായിട്ട് ആയിരുന്നു ആദ്യം തുടക്കം. പി ജെ ജോസഫിൻ്റെ ഗാന്ധിജി സ്റ്റഡി സെൻ്ററിൻ്റെ സജീവ പ്രവർത്തകനായിരുന്നു. കാർഷിക രീതി, കൂൺ കൃഷിയെക്കുറിച്ചൊക്കെ ക്ലാസ് എടുക്കുന്ന ഒരു പ്രധാന ആളായിട്ടാണ് ആദ്യം തുടക്കം. അതിനുശേഷം പ്രമീള ദേവിയുമായി ബന്ധപ്പെടുന്നു. അങ്ങനെ മഹിളാ കോൺഗ്രസിലും അതുപോലെ തന്നെ നേതാക്കളുമായി ബന്ധമുണ്ടാകുന്നു. ഇവർ വനിതാ കമ്മീഷൻ അധ്യക്ഷയായിരിക്കുന്ന ഒരു സമയത്ത് അത്തരത്തിലുള്ള ബന്ധം, അതിൻ്റെ PA ആയി പ്രവർത്തിച്ചുകൊണ്ട് ബന്ധമുണ്ടാക്കുന്നു. അവർ BJP-യിലേക്ക് പോകുമ്പോൾ BJP നേതാക്കന്മാരുമായി ബന്ധമുണ്ടാക്കുന്നു. അങ്ങനെ കേരള കോൺഗ്രസ് BJP നേതാക്കന്മാർക്കിടയിലെല്ലാം കൃത്യമായ ബന്ധമുണ്ടാക്കിയെടുത്ത് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന വേദിയിൽ പോലും രാഷ്ട്രപതി പങ്കെടുക്കുന്ന വേദിയിൽ പോലും കൃത്യമായ സാന്നിധ്യമായി അനന്തകൃഷ്ണന് മാറാൻ സാധിച്ചു. അതെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയൊരു തട്ടിപ്പ് നടത്തിയത്. ഈ നേതാക്കന്മാർക്കെല്ലാം ഇപ്പോൾ AN രാധാകൃഷ്ണനും അതുപോലെ തന്നെ ലാലി വിൻസെന്റിനും അതുപോലെ തന്നെ ആനന്ദകുമാർ അടക്കമുള്ള ആളുകൾ ഈ ഇത്തരത്തിലുള്ള കോൺഗ്രസ് BJP-യിൽ നിന്നുള്ള ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ തട്ടിപ്പിൻ്റെ എല്ലാം നേതൃത്വമായി തന്നെ മാറിയത്. ഇവരുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം ഈ അനന്തകൃഷ്ണൻ്റെ 21ഓളം അക്കൗണ്ടുകളിലേക്കായി 1000ഓളം കോടി രൂപയാണ് ഒഴുകിയെത്തിയിരിക്കുന്നത്. ആ അക്കൗണ്ടിലേക്ക് വന്ന പണം ആരുടെയൊക്കെ കയ്യിലേക്കാണ് ആ അക്കൗണ്ടുകളിൽ നിന്ന് ഒഴുകിയിട്ടുള്ളതെന്നും കൂടി ഇനി കണ്ടെത്തേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ബന്ധങ്ങൾ കൂടി ഇനി അന്വേഷണ ഏജൻസികൾ കണ്ടെത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ ചാരിറ്റിയുടെ മറവിൽ, ഇതെല്ലാം ചാരിറ്റിയുടെ മറവിലാണ് ഇവരെല്ലാ പരിപാടികളും സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഈ കള്ളപ്പണങ്ങൾ വെളുപ്പിക്കുവാൻ വേണ്ടിയുള്ള നടപടിയും ഈ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിട്ടുണ്ടോ എന്നുള്ളതുമാണ് പരിശോധിക്കപ്പെടേണ്ടത്. ഷമ്മി. ജോസിൽ, ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ ചോദിച്ചത് ഈ സ്ത്രീകളുടെ പരാതികൾ, നേരത്തെ ജോസിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് തൊടുപുഴ അടക്കമുള്ള സ്ഥലങ്ങളിൽ വലിയ തോതിൽ സ്ത്രീകൾ രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ ഈ ഷീബ സുരേഷുമായി ബന്ധപ്പെട്ട പരാതികൾ എങ്ങനെയാണ് ഉയർന്നു വരുന്നത്? ഇവർ എത്ര ആൾക്കാരിൽ നിന്ന് ഇവർ നേരിട്ട് പണം വാങ്ങിയിട്ടുണ്ടോ അതോ ഇടനിലക്കാരിയായി നിൽക്കുകയായിരുന്നോ? എന്തായിരുന്നു ഇവരുടെ ഒരു റോള്? ഷമി, ഇത്തരത്തിൽ ഈ പ്രധാനമായിട്ടും കുമളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ അവിടുത്തെ ഈ കോൺഗ്രസ് ബന്ധം ഉപയോഗിച്ച് കോർഡിനേറ്റർമാരെ സംഘടിപ്പിച്ച് ഇവർക്ക് കീഴിൽ കോർഡിനേറ്റർമാർ പ്രവർത്തിക്കുന്നു. ആ കോർഡിനേറ്റർമാരാണ് ആളുകളെ ചേർക്കുന്നത്. അവരാണ് ഈ ആദ്യം കാർഷിക ഉപകരണങ്ങൾ, തയ്യൽ മിഷൻ, പിന്നീട് ലാപ്ടോപ്പ്, പിന്നീട് അടുത്ത ഘട്ടമായി സ്കൂട്ടർ, ഇനി അടുത്ത ഘട്ടമായി കാർ വിതരണം ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്ക് വരെ പ്രചരണം ആരംഭിച്ച ഘട്ടത്തിലാണ് ഈ തട്ടിപ്പിൻ്റെ വലിയൊരു പുറംലോകത്തേക്ക് അറിയുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഒരു പേര് വെക്കാത്ത പരാതിയായിട്ടാണ് ആദ്യം എത്തുന്നതെന്ന് നമുക്കറിയാം. മൂവാറ്റുപുഴക്കാരിയാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു കത്ത് ലഭിക്കുന്നു. എന്നാൽ അത് മുഖ്യമന്ത്രി മൂവാറ്റുപുഴ പോലീസിന് കൈമാറുകയും ആദ്യഘട്ടത്തിൽ ആരും പരാതിക്കാർ ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് പരാതിക്കാരില്ലാതെ മൂവാറ്റുപുഴ പോലീസ് FIR രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് പരാതിക്കാരെ കണ്ടെത്തി അതിനുശേഷം ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അനന്തകൃഷ്ണനെ അറസ്റ്റ് ചെയ്യുകയും അനന്തകൃഷ്ണൻ്റെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് പോയത്. അപ്പോഴാണ് കേരളത്തിലെമ്പാടും ആയിരക്കണക്കിന് പരാതികൾ കുമിഞ്ഞുകൂടുന്ന പോലീസിന് മുമ്പിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നത്. ഇതെല്ലാം കേന്ദ്രീകരിച്ച് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിനെ ഈ കേസ് ഏൽപ്പിക്കുകയും SP സോജൻ IPS നേതൃത്വത്തിൽ ഈ അന്വേഷണം നല്ല രീതിയിൽ നടക്കുകയും ചെയ്യണം. അതിൻ്റെ ഒപ്പം തന്നെയാണ് ഇപ്പോൾ ED അന്വേഷണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. പ്രധാനമായും കള്ളപ്പണം വെളുപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ED പരിശോധിക്കുന്നത്. പക്ഷേ ED ഇപ്പം BJP നേതാക്കന്മാരടക്കം പങ്ക് പറ്റിയിരിക്കുന്ന ഒരു കേസായതുകൊണ്ട് തന്നെ EDയുടെ അന്വേഷണം എത്രമാത്രം സത്യസന്ധമാകും എന്നുള്ളത് മുൻകാല അനുഭവങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടതാണ്. പക്ഷേ കേരള പോലീസും ക്രൈംബ്രാഞ്ചും കൃത്യമായ അന്വേഷണ വഴിയിലൂടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഷീബ സുരേഷിൻ്റെ കുമളിയിലെ വീട് ED സീൽ ചെയ്തു. ജോസിലാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇന്നത്തെ ഈവനിംഗ് ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു.